നമസ്കാരം. IFBHന്റെ 1461 മലയാള വിഭാഗ വെബിനാർ ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ മധുസൂദന പണിക്കർ സാറാണ്. വെബിനാറിന്റെ ആദ്യ ഭാഗമായി 1 മിനിറ്റ് മൗന പ്രാർത്ഥനയാണ്. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ഡോക്ടർ മധുസൂദന പണിക്കർ സാറിനെ കുറിച്ച് പറയുമ്പോൾ ഹോമിയോപ്പതിയുടെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്താവുന്ന ഒരു വ്യക്തിത്വമാണ്. ഏകദേശം 45 വർഷത്തിലധികം ഹോമിയോപ്പതി ചികിത്സാ രംഗത്ത് വെട്ടിത്തിളങ്ങുന്ന ഒരു വ്യക്തിത്വമാണ്. ഡോക്ടർ നമ്മുടെ വേദിയിൽ പലതവണ വന്നിട്ടുണ്ട്. എല്ലാ മേഖലയിലും ഞാൻ നേരത്തെ ഇംഗ്ലീഷിൽ പറഞ്ഞ പോലെ ചെറിയ കുട്ടികൾ മുതൽ ജീറിയാട്രിക് ബെഡിൽ അവസാന നിമിഷത്തെ ഒരു തുള്ളി വെള്ളം കുടിക്കുന്ന അവസരത്തിൽ പോലും ഹോമിയോപ്പതി മരുന്നുകൾ ധാരാളം പേർക്ക് കൊടുത്ത് അവർക്ക് സ്വാന്തനമേകിയിട്ടുള്ള ഡോക്ടറാണ്. സർക്കാർ സർവീസിൽ നിന്ന് കേരള ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ചീഫ് മെഡിക്കൽ ഓഫീസറായി ആലപ്പുഴയിൽ നിന്നാണ് ഡോക്ടർ റിട്ടയർ ചെയ്തത്. അതിനുശേഷവും നേരത്തെ പോലെ തന്നെ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നു. പക്ഷെ നേരത്തെ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം സാറ് ധാരാളം പൊതുജന ബോധവൽക്കരണ ക്ലാസ്സുകൾ പൊതുജനങ്ങൾക്കായി എടുത്തുകയും അതുവഴി ഹോമിയോപ്പതി സാധാരണക്കാരിൽ എത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ ഇന്നും മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചകളും പൊതുജനങ്ങൾക്കായി സൗജന്യമായ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തുകൊണ്ടും നമ്മുടെ ഹോമിയോപ്പതി ചികിത്സാ രംഗത്ത് ധാരാളം ഹോമിയോപ്പതി സംഘടനകളുണ്ട്. എല്ലാ സംഘടനകളിലും ഡോക്ടർമാരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനും ഡോക്ടർമാർക്ക് ഒരു റോൾ മോഡലായി മനസ്സിൽ സ്വപ്നം കാണാനും ഒക്കെ ആയിട്ട് ഒത്തിരി ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. തീർച്ചയായും നമുക്ക് ഈ വേദിയിലോട്ട് ഡോക്ടറെ സ്വാഗതം ചെയ്യാം. ഇന്നത്തെ വിഷയം മധു ഡോക്ടറൊപ്പം ഒന്നാണ്. ഇപ്പൊ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത് ഹൈപ്പർ ടെൻഷൻ എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ പൊതുവെ ഇതൊക്കെ ഹോമിയോക്കാരന് പറ്റുമോ, ഇതൊക്കെ നേരെ സ്ഥിരം മരുന്ന് മറ്റേത് കഴിക്കുന്നതല്ലേ വേണ്ടത്, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന പല ആൾക്കാരെയും അതല്ല, ഹോമിയോപ്പതി മരുന്ന് കൊടുത്തതിന് ശേഷം ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന സംഭവത്തെ തന്നെ ഇല്ലാതാക്കിയ ഒത്തിരി ചരിത്രങ്ങൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പൊ തീർച്ചയായും ഈ നമ്മുടെ 4ാം വാർഷികത്തിന്റെ തൊട്ടടുത്ത ദിവസം, അതിന്റെ 1ാം ദിവസം തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയങ്കരനായ മധുസൂദന പണിക്കർ ഡോക്ടർ സാർ. നമസ്കാരം സാർ, വെൽക്കം. സാറിന് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഉണ്ടോ? സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? ഞാൻ പോസ്റ്റ് ആക്കാൻ അല്പം വൈകിപ്പോയി. സാറ് അൺമ്യൂട്ട് ചെയ്യണേ. അൺമ്യൂട്ട് ചെയ്താൽ മതി. ലെഫ്റ്റ് കോർണറിൽ താഴെയുണ്ട് സാറേ, ഇവിടെ ലെഫ്റ്റ് കോർണറിൽ ആ ക്ലിക്കിലൊന്ന് ചെറുതായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് ഇനി ആ പവർ പോയിന്റ് കണ്ടോ? ഒന്ന് ക്ലിക്ക് ചെയ്യാവോ? വന്ന് സ്റ്റേജ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ആ ഫ്ലാസ്ക് പോലത്തെ ഫുൾ സ്ക്രീൻ ആക്കണ്ടേ? വേണം. അത് ഇതിനകത്ത് തന്നെ ഫുള്ളാക്കിയോ? ഇത് ചെയ്താ പോരെ? അല്ല, അവിടെ അല്ല. താഴെ ഫുൾ സ്ക്രീൻ, താഴെ പവർ പോയിന്റിന്റെ ഏറ്റവും താഴെ കപ്പ് പോലെ ഇരിക്കുന്ന. ഓക്കെ, കാണാവോ ചോദിക്കണേ സാറിന്? കാണാം. എല്ലാം ഫൈൻ ആയിട്ടുണ്ട്. സാറിന് തുടങ്ങാം, ഒരു കുഴപ്പമില്ല. ഓക്കെ മോളെ, താങ്ക് യു. Pranam to Samuel Henman, Doctor. Today's subjects, Pranam to Swami, Pranam to all of beloved doctors. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ഹൈപ്പർ ടെൻഷൻ എന്നുള്ളതാണ്. പ്രഷറിനെ കുറിച്ച് നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അൺസോൾബിൾ ആയിട്ടുള്ള ഒരു സാധനത്തെ സോൾബിൾ ആക്കാനുള്ള ഒരു ശ്രമത്തിൽ നമുക്ക് ഒരു പരിധിവരെ വിജയിക്കാൻ സാധിച്ചിട്ടുള്ള കഥകളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്നത്.
എൻ്റെ അനുഭവം കൊണ്ട് നന്മയുണ്ടെന്ന് ഞാൻ ഇത്രയും നാളത്തുള്ള പ്രാക്ടീസിൽ മരുന്ന് കൊടുത്തിട്ട് പഠിച്ചിട്ടുള്ള കേസുകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് അനുഭവവേദ്യമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ തുടങ്ങുകയാണ്. ആദ്യം തന്നെ നമുക്ക് എങ്ങനെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകണം, ഹൈപ്പർ ടെൻഷന്റെ കോസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിനുവേണ്ടി ഉപയോഗിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തെറാപ്പറ്റിക്സിൽ മാറുകയാണ്. ഈ ഡയാലിസിസ് പേഷ്യൻസിൽ ആദ്യമാണ് അത് തുടങ്ങുന്നത്, അതുകൊണ്ട് പറയാം. അക്വണേറ്റ് പെറോക്സോ ആൻഡ്രനാലിൻ ആൾസറോ ആണ് സാധാരണയിൽ വരുന്നത്. അപ്പൊ ഡയാലിസിസ് സംഭവിക്കുന്നത് കിഡ്നിന്റെ നെഫ്രോൺസിന്റെ EFR നോക്കുമ്പോൾ അറിയാം നമുക്ക് അതിന്റെ പവർ ഓഫ് ഫിൽട്രേഷൻ പോയിട്ട് അതിന്റെ വാസ്കുലാരിറ്റി കൺജസ്റ്റഡ് ആയിട്ട് വരുന്ന ഒരു പാരങ്കൈമൽ ഡിസീസ് ഓഫ് കിഡ്നിയിൽ റീനൽ ഹൈപ്പർ ടെൻഷൻ വഴി ജനറൽ ഹൈപ്പർ ടെൻഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം ആക്ച്വലി അവിടെയുള്ള ഹൈപ്പർ ടെൻഷൻ നമ്മൾ ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യണത് പോലെ അല്ല. നമ്മുടെ ഹോമിയോപ്പത്തിക് തെറാപ്പറ്റിക്സിൽ റീനൽ ഹൈപ്പർ ടെൻഷൻ എന്നുള്ള പേരിൽ നമ്മൾ ഇതെടുത്തിട്ട് ഡയാലിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള പേഷ്യൻസിൽ നമ്മൾ ഗ്രാജുവലി പ്രഷറും ഡയബറ്റീസും യുറീമിയയും കൂടെ വരുമ്പം ഏറ്റവും നല്ലത് അക്വണേറ്റം ഫെറോക്സ് ആണ്. പിന്നെ ഒത്തിരി ആങ്സൈറ്റി ഉണ്ട്, പ്രൊലോങ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആങ്സൈറ്റിയോ ഫാമിലി ആങ്സൈറ്റിയോ ഡെസ്പറേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ആൻഡ്രനാലിൻ വളരെ 0.3 നമ്മളൊരു വീക്കിലി ഡോസ് കൊടുത്താൽ കുറച്ചുകൂടെ ഗുണം കിട്ടും. അതുപോലെ തന്നെ ഒരു ക്രോണിക് റീനൽ ഫെയിലുവറിൽ 10 കൂടുതലുള്ള ക്രിയേറ്റിൻ ഡയാലിസിന് വിധേയമായിട്ട് നിൽക്കുന്നവരിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ, സാധാരണ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ നമ്മൾ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനും റീനൽ ഫെയിവറും കൂടെ വരുമ്പോഴേ സരോത്താമിൻ എന്നുള്ള ഒരു മരുന്നാണ് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ഞാൻ കൊടുക്കുന്നത്. അതിൽ മയാസം നോക്കി സ്വാഭാവികമായിട്ടും സോറാസിബിൾ സൈക്കോസിൽ സൈക്കോട്ടിക് പ്ലസ് എപ്പിലിറ്റിക് ആണ്. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും റീനൽ ഫെയിലുവർ വന്നിട്ട് ഹിസ്റ്ററി ഓഫ് ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂറിനകത്ത് RBC ഉണ്ടെങ്കിൽ, റീനൽ ഫെയിലുവറിന്റെ സാധ്യതയുണ്ടെങ്കിൽ, അവരുടെ തെർമൽ അനുകൂലമാണെങ്കിൽ നമുക്ക് സിപ്പിലിനും കൊടുക്കാം. വെറുതെ നമ്മൾ സിപ്പിലിനും എല്ലാത്തിനും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. എല്ലാത്തിലും നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ ഒരു പോസ്റ്റ് PG അല്ലെങ്കിൽ UGയിലൊക്കെ ലെവലിൽ കുറെയൊക്കെ പ്രാക്ടീസ് ഉള്ള ഡോക്ടർമാരാകുമ്പോൾ എൻ്റെ ഒരു എളിയാഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ മയാസ്മാറ്റിക്കൽ, അല്ലാതെ ഇതിനൊരു പ്രോട്ടോകോൾ വെച്ച് അടിച്ചിരുത്താനുള്ള ഒരു വാസന ജൂനിയേഴ്സിനൊക്കെ അനുഭവ സമ്പത്തുള്ളവരത് ചെയ്യുന്നുണ്ട്. അവർക്കൊരു 2-3 സിംറ്റം കിട്ടിക്കഴിഞ്ഞാൽ അവരത് എഫക്റ്റീവായിട്ട് ചെയ്യും. അപ്പൊ എല്ലാവരും നമ്മൾ ഒരേ മെഡിസിൻ വെച്ച് ചെയ്താൽ എഫക്ട് ചെയ്യത്തില്ല. എഫക്ട് ചെയ്യുന്നുണ്ട്, അതിൽ ഹോമിയോപ്പതി അല്ലല്ലോ. അപ്പം നമ്മുടെ ഈ ഒരു അപ്രോച്ചിൽ ഒരു 10-85% ഗുണം കണ്ടിട്ടുള്ള ഒരു അപ്രോച്ചാണിത്. അപ്പൊ ഈ സരോത്താമിനും ബേസിക് കൊടുക്കുക, അല്ലെങ്കിൽ സിപ്പിലിനും, സൈക്കോസ് ആണെങ്കിൽ ലൈക്കോപോഡിയം വിത്ത് ലൈക്കോപോഡിയം 1 അല്ലെങ്കിൽ സിപ്പിലിനും 1 കൊടുത്തിട്ട് നമ്മൾ അക്യൂട്ടായിട്ടുള്ള ഈ മെഡിസിനും കൂടെ കൊടുത്ത് ഈൽസെറമും കൊടുത്താൽ കുറെ അധികം നല്ല ഗുണം കിട്ടുന്നുണ്ട്. ഗ്രാജുവലി മോഡേൺ മെഡിസിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നമ്മൾ വിഡ്രോ ചെയ്യാറില്ല. പ്രോഗ്രസ് ചെയ്തിട്ട് പ്രഷർ കൺട്രോൾഡ് ആകുന്നുണ്ട്, ഷുഗർ കുറയുന്നുണ്ട്, HbA1c ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന 1-2-3 മാസത്തെ സമയം കൊണ്ട് കുറച്ചിട്ട് ഗ്രാജുവലി അവരെ കൂടെ ബോധ്യപ്പെടുത്തിയിട്ട് നമ്മൾ മോഡേൺ മെഡിസിൻ കുറച്ചാൽ, മോഡേൺ മെഡിസിൻ ഡോക്ടർമാരുടെ ഡയാലിസിന് ചെല്ലുമ്പം അവർ നോക്കുമ്പം ഇത് പ്രോഗ്രസ് ആണെങ്കിൽ ഡോക്ടറെ ഞാൻ ഹോമിയോപ്പതി കൂടെ കഴിക്കുന്നുണ്ടോ എന്നുള്ള പറയാനും കൂടെ ഒരു അനുവാദം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്തോളൂ, കുഴപ്പമില്ല, നല്ലതാണെന്ന് പറയും. അപ്പൊ അങ്ങനെ വളരെ ക്ഷമയോടുകൂടി സഹിഷ്ണുതയോടുകൂടി വളരെ സുതാര്യമായിട്ട് പേഷ്യൻസിന് ബോധ്യപ്പെടുത്തി വേണം ഇത് ചെയ്യാനെന്നുള്ളതാണ് എൻ്റെ. ദെൻ എക്സസീവ് ആൻഡ് അൺകൺട്രോളബിൾ ആയിട്ട് നമ്മൾ ഒന്നും കൊടുത്തിട്ട് മാറുന്നില്ല. ഈവൻ വിത്ത് 3 ടാബ്ലറ്റ് 3 അപ്രോച്ചിൽ 3 കോസേറ്റീവ് ഫാക്ടർ വെച്ചിട്ട് മോഡേൺ മെഡിസിനിൽ കൊടുക്കുന്ന അൺകൺട്രോളബിൾ എക്സസീവ് ആയിട്ട് ഒരു ലിമിറ്റും ഇല്ലാതെ താഴത്തും മുകളിലത്തും ഒക്കെ വളരെ മോശമാണെങ്കിൽ ഒരു ഡോസോ ടോക്സോപ്ലാസ്മിൻ വണ്ടി കൊടുത്താൽ അത് വണ്ണമാണ്. ഒരു ഫാമിലി ഹിസ്റ്ററി ഓഫ് സിഫിലിസ്, ഹിസ്റ്ററി ഓഫ് ഗൊണോറിയ,
ഹിസ്റ്ററി ഓഫ് ക്യാൻസർ, ഇതൊക്കെ ഫാമിലി ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ടോക്സോപ്ലാസ് ഗാന്ധി വളരെ വളരെ എഫക്റ്റീവ് ആകും. അത് ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ അവരുടെ ഫാമിലിയിൽ ഒരു ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള സന്താനങ്ങൾ, കുട്ടികൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ടോക്സോപ്ലാസ് ഗാന്ധീസ് വളരെ എഫക്റ്റീവ് ആയിരിക്കും ഈ പേഴ്സണ്. ഡയറക്റ്റ് ബ്ലഡ് റിലേഷൻ ഉള്ളവര് ഫിസിക്കലി ഓർ മെന്റലി ഹാൻഡിക്യാപ്ഡ് ആയിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറയാം, നമ്മൾ ഈ പ്രത്യേകിച്ച് ക്യാൻസറിലൊക്കെ നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു ക്ലഫ്റ്റ് പാലറ്റ് അല്ലെങ്കിൽ ബോൺ ഡിഫോമിറ്റി ഒക്കെ ആയിട്ട് പിറന്ന അവരിൽ ഭാവിയിൽ ക്യാൻസർ ഉണ്ടാകുകയാണെങ്കിൽ ഒറ്റ സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻ ആൾക്കാരെ എപ്പോഴും കൊടുക്കും. അപ്പൊ അതുപോലെ ചില ഒറ്റമൂലികളും ചില നന്മയുള്ള മെഡിസിൻസ് ഉണ്ട്. അക്കൂട്ടത്തിലൊന്നാണ് ടോക്സോപ്ലാസ ഗാന്ധി. ഈ ടോക്സോപ്ലാസ ഗാന്ധി അൺഡയഗ്നോസ് അല്ല, ഡയഗ്നോസ് ചെയ്തിട്ട് തന്നെ എഫക്റ്റീവ് ആയിട്ട് 3-ഉം 4-ഉം കോഴ്സ് ആന്റിബയോട്ടിക്സ് കൊടുത്തിട്ടുള്ള പിള്ളേരിൽ മെസൻട്രിക് ലിംബഡിനൈറ്റിസിൽ നമ്മൾ ടോക്സോപ്ലാസ ഗാന്ധി ഒരു ഡോസ് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. നമുക്ക് കുറെ കൂടെ സിംറ്റംസ് കിട്ടും. നമുക്ക് നല്ല മെഡിസിൻ കൊടുത്ത് ക്യൂർ ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു സാധനമാണ് ടോക്സോപ്ലാസ ഗാന്ധി. ഒരു നോസോഡാണ്. വിത്ത് ലങ് ഡിസീസ്. വിത്ത് ലങ് ഡിസീസിൽ നമുക്ക് ഒത്തിരി കിട്ടുമല്ലോ. സാധാരണ ഡയബറ്റീസ് ആയി, ബ്രോങ്കിയൽ ആസ്മയായി, ബ്രോങ്ക്യാക്ടസിസ് ആയി, സിഗരറ്റ് വലിയും കൂടെ ആയി, ഡയബറ്റിക്കും ആയിട്ട് വരുന്ന ലിവർ ഡെമാജ് ഒക്കെ ഉള്ള ആളുകളിൽ സ്പെസിഫിക് ആയിട്ട് ലിവർ ഡെമാജ് ഇല്ലെങ്കിൽ ലങ്ങില് ക്യാൻസർ വേണമെന്നില്ല, പക്ഷെ ക്യാൻസറിലാണ് ഏറ്റവും കൂടുതൽ ഹൈപ്പർ ടെൻഷൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൽ തന്നെ നാട്രം കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ, എന്ന് വെച്ചാൽ ഹോട്ട് ബാം ആണെങ്കിൽ അല്ലെങ്കിൽ ഹോട്ട് കോൾഡ് ആണെങ്കിൽ ഈ നാട്രം ഓക്സലേറ്റ് അസറ്റിക്കും ഈസ് വെരി വെരി ഗുഡ് കണ്ടീഷൻ. അങ്ങനെ നമുക്ക് ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ലങ് പതോളജിയിലും വിസിബിൾ ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ ഡോക്യുമെന്റ്സും ഉണ്ട്. ദെൻ ഇനി പൾമിനറി ഹൈപ്പർ ടെൻഷൻ. പൾമിനറി ഹൈപ്പർ ടെൻഷൻ ഒത്തിരി കാർഡിയോ പൾമിനറി പതോളജിയുള്ള ആളുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പൾമിനറി വാസ്കുലാർ സിസ്റ്റത്തിലുള്ള ഒബ്സ്ട്രക്ഷൻ കൊണ്ട് പൾമിനറി ഹൈപ്പർ ടെൻഷൻ എന്ന് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പൾമോണോളജിസ്റ്റ് ഒക്കെ ഡയഗ്നോസ് ട്രീറ്റ് ചെയ്യുന്ന കേസസിൽ ബ്രോങ്ക്യാക്ടസിസിൽ വളരെ മോഡേൺ മെഡിസിനിൽ പോലും വളരെ വിഷമാണ് ക്രോണിക് ബ്രോങ്ക്യാക്ടസിസിലുള്ള അസുഖങ്ങൾക്ക് ചികിത്സ. അപ്പൊ അവിടെ ഈ ബ്രാസിയോ നൈട്രോ ഓക്സലി അസറ്റിക്കോ എന്ന് പറയുന്ന മെഡിസിൻ നമുക്ക് കിട്ടും. ആ മെഡിസിന്റെ 30 പൊട്ടൻസി പോപ്പീസിഡ് പില്ലിലാക്കി 4 വിട്ട് ഡെയിലി ഒരു ഡേസ് നമ്മൾ കൊടുക്കുമ്പം അതിന്റെ കൂടെ നമ്മളുടെ ആന്റിയാഴ്സോ കാലിയാഴ്സോ, കാലികാർബ് സബ്ജക്റ്റാണ് കാലികാർബോ, സിബിലിറ്റിക് ആണെങ്കിൽ കാലിയൈഡോ, അപ്പർ ആണെങ്കിൽ ലോവർ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഡൈവേർട്ട് ചെയ്തിട്ടുള്ള പതോളജിക്കൽ ഇൻഡിക്കേഷൻസ് വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്താൽ പൾമിനറി ഹൈപ്പർ ടെൻഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല പൾമിനറി പതോളജി പോലും നമുക്ക് പാലിയേറ്റ് ചെയ്യാൻ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. സഡൻ റൈസ് ഓഫ് ടെമ്പറേച്ചർ, സഡൻ റൈസ് ഓഫ് പ്രഷർ, എന്തെങ്കിലും ആങ്സൈറ്റിയോ അല്ലെങ്കിൽ കാർഡിയാക് പേഷ്യൻസിൽ നമ്മൾ ഇടക്കിടക്ക് സഡൻ ആയിട്ട് വന്ന് തലകറക്കോ വെർട്ടിഗോ ഒക്കെ ഉണ്ട്. അതൊരു ഇമോഷണൽ കോസാണ് അതിന്റെ കാര്യമെങ്കിൽ ആഡ്രിനാലിൻ വളരെ എഫക്റ്റീവ്. ആഡ്രിനാലിൻ കാർഡിയോളയിലും അതുപോലെ തന്നെ ഡയബറ്റിയിലും ആങ്സൈറ്റി, ഇമോഷണൽ സ്ട്രെസ്സും മരിച്ചോ അങ്ക്രിയോ ഒക്കെ കോസേറ്റീവ് ഫാക്ടർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു വീക്കിലി ഡോസ് ഓഫ് ആഡ്രിനാലിൻ വളരെ നല്ലപോലെ വ്യത്യാസം നമുക്ക് വരുത്തുന്നുണ്ട്. അപ്പൊ ഒരു പ്രസന്റ് കണ്ടീഷനിൽ പേഷ്യൻസിന് ഒത്തിരി നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും പൾമിനറി അല്ല, നമുക്ക് ഹെപ്പാറ്റിക് കോസസ് ഉള്ളവരിൽ പെട്ടെന്ന് സഡൻ ആയിട്ട് വരും. ഇപ്പൊ സിറോസിസ് ഓഫ് ലിവറിൽ, ക്യാൻസർ ലിവറിൽ, അതിന്റെ അടുത്ത കോസേറ്റീവ് ഫാക്ടർ ആയിട്ടുള്ള ഹെപ്പാറ്റിക് ആർട്ടറിയുടെ പ്രഷർ റിട്ടേൺ കൊണ്ട് ഒത്തിരി പ്രഷർ കൂടുകയും അതുവരെ വിസോഫാഗൽ വേരിസിസിൽ ഛർദിലൊക്കെ ഉണ്ടാക്കുകയും കൺജഷൻ കൂടുതൽ ഉണ്ടാക്കുകയും ദയർബൈ മലീനയൊക്കെ ഉണ്ടാകുന്ന കാര്യത്തിൽ പ്രഷറിന് നമ്മൾ എക്സ്ട്രാ മരുന്ന് കൊടുക്കാതെ കൊളിൻസോണിയ കൊടുത്താൽ വളരെയേറെ
കൺട്രോൾഡ് ആയി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ആണ് കൊളിൻസോണിയ വിത്ത് ഡയബറ്റീസ്. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒരു ക്രോണിക് ഡയബറ്റീസ് ലീഡിങ് ടു ക്രോണിക് ഓർ അക്യൂട്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ സീക്കലിക്കോർ ഈസ് ദി ബെസ്റ്റ് ആൻഡ് വൺ മെഡിസിൻ. സീക്കലിക്കോർ നമുക്ക് ഒരു 1 ml സ്റ്റാർട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ 30 twice daily കൊടുക്കാം. അതിൻ്റെ കൂടെ ബേസിക്കലി സിസിജിയോ ആ ഗ്രൂപ്പിൽ വരണ മയാസ്മം സെപ്പലാൻഡ്ര ഇൻഡിക്ക. അപ്പൊ സെപ്പലാൻഡ്ര കൊടുത്താലും കുറെ കൂടെ നല്ല പോലെ എടുക്കും. അപ്പൊ അതിന്റെ ഒരു കാര്യം എന്ന് പറയാൻ നമ്മൾ ബഹളം വെക്കരുത്, ഇടിച്ചു കയറി പെട്ടെന്ന് അങ്ങോട്ട് മോഡേൺ മെഡിസിൻ നിർത്താൻ ഒരുങ്ങരുത്. ഗ്രാജുവലി അവരെ ബോധവൽക്കരിച്ച് പതുക്കെ നമ്മൾ കൊടുത്ത് ഓരോ മാസത്തുള്ള റീഡിങ് അസസ് ചെയ്ത് നമുക്കൊരു 3-4-5 മാസം കഴിയുമ്പോൾ വളരെ സക്സസിലെത്താൻ പറ്റും. ഈ അതുകൊണ്ടോ ഹൈപ്പോതൈറോയിഡ്സ് ഓൾമോസ്റ്റ് ഒരു 30-40% സ്ത്രീകളിലും വളരെ കുറച്ചായിട്ടുള്ള പുരുഷന്മാരിലും ഡയബറ്റീസ് വിത്ത് ഹൈപ്പർ ടെൻഷന്റെ കൂടെ നമുക്കൊരു ക്ലൂ കൂടെ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ ഈ 3 മയാസവും കവർ ചെയ്യുന്ന ഒരു മെഡിസിനാണ് ബേസിക്കലി സിഫിലിറ്റിക് കാലിയായിഡ്. എന്താ ഈ കാലി ഗ്രൂപ്പ്? ഹൗസ് ഓറിയന്റഡ് ആയിരിക്കും, വീടിന് വേണ്ടി കഷ്ടപ്പെടുന്നവരായിരിക്കും, ആർക്കിടെക്ചറൽ മനോഭാവമുള്ളവരായിരിക്കും, ഹാർഡ് വർക്കിംഗ് ആയിരിക്കും, ഫാമിലി എല്ലാ കാര്യവും വളരെ നല്ല പോലെ ചെയ്യും, ഒത്തിരി അവരുടെ ബിസിനസ് വളരെ നല്ല പോലെ രീതിയിൽ കൊണ്ടുപോകുന്നവരിൽ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങൾ കാലി കാർബിന്റെ ഗ്രൂപ്പിൽ ഹൈപ്പോതൈറോയിഡിസം കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാലി അയോഡൈഡ് കൊടുത്താൽ ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഹൈപ്പോതൈറോയിഡിസവും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മയാസ്മാറ്റിക് മെഡിസിനിൽ വിതൗട്ട് തൈറോയിഡിനോ സിസിജിയോ ഇല്ലാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അഥവാ അത്ര എക്സ്പീരിയൻസും കോൺഫിഡൻസും ഇല്ലാത്തവർക്ക് അതിന്റെ കൂടെ നമുക്ക് ഇച്ചിരി ക്രൈറ്റീരിയസും ഒരു സിസിജിയും കൂടെ കൊടുക്കുകയാണെങ്കിൽ വിതിൻ 3 months വളരെ നല്ല രീതിയിലുള്ള ചെയ്യും. അതിനകത്ത് ഞങ്ങൾ ചെയ്യുന്ന തൈറോയിഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ 50 milligram ആണെങ്കിൽ 25 milligram ആക്കും, 25 ആണെങ്കിൽ അത് വീക്കിലി ട്വൈസ് ആക്കി, വീക്കിലി വൺസ് ആക്കി ഗ്രാജുവലി വിഡ്രോ ചെയ്തിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് അച്ചീവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഒരു റിസ്ക് ഇല്ല, പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയി. സോറിയാസിസ് പോലുള്ള ഏതെങ്കിലും ഒരു സ്കിൻ എറപ്ഷൻസ്, എക്സിമ, സോറിയാസിസ് അതുപോലെയുള്ള ഒരു പെട്ടെന്ന് ഫ്ലവർ അപ്പ് ചെയ്തിട്ട് മെന്റൽ ഡെസ്പറേഷൻ കോസിങ് ഹൈപ്പർ ടെൻഷൻ ഓർ ഡയബറ്റീസ്, മഗാനാസെറ്റിക്കും വളരെ നല്ല മെഡിസിൻ ആണ്. മഗാനാസെറ്റിക്ക് ഞാൻ 0.3 or 2 twice daily കൊടുക്കും. എന്നിട്ട് ബൈ ചാൻസ് പിന്നെ സോറിയാസിന്റെ ലക്ഷണം അനുസരിച്ചിട്ട് സോറിയാറ്റിക് മെഡിസിനും കൂടെ കൊടുക്കുക. സ്ലീപ്ലെസ്നെസ് നമ്മുടെ ഡയബറ്റീസിന്റെ സ്ട്രെസ് കൊണ്ടാണെങ്കിൽ ഹൈപ്പർ ടെൻഷന്റെ കോംപ്ലിക്കേഷനെ പറ്റി ഭയങ്കരമായിട്ട് വറീഡ് ആയിട്ടുള്ള ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി ഡയബറ്റിക് ഇതുള്ളതാണെങ്കിൽ കാർസിനോസിൻ ഒരു ഡോസ് കൊടുത്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ കാലി കാർബും ഒരു ഹിസ്റ്റീരിക്കൽ ടൈപ്പ് പേഷ്യൻസ് ആണ്, ഭയങ്കര ആങ്സൈറ്റി ആണ്, സ്വല്പം എപ്പോഴും രാവിലെയും വൈകിട്ടും പ്രഷർ നോക്കും. ഡെയിലി ഡയബറ്റീസ് വിളിച്ചിട്ട് നമ്മളെ വിളിക്കുന്ന ആളുകളിൽ ഒരു ഹൈപ്പോകോൺട്രിയാക് നേച്ചർ ഉണ്ടെങ്കിൽ, ആങ്സൈറ്റി ഓവർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് മോസ്കസ് ബേസിക്കലി കൊടുത്തിട്ട് സംബൂൽ എന്നും പറഞ്ഞൊരു മരുന്നുണ്ട്. അതിനകത്ത് കൊളസ്ട്രോളും കൂടെ കൂടിയിരിക്കും. അപ്പോൾ ഒരു ഹിസ്റ്റീരിക്കൽ സബ്ജക്റ്റ്, ഒരു മോസ്കസ് സബ്ജക്റ്റില് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനം ഹൈപ്പർ ടെൻഷനും കാർഡിയോളജിയും കൂടെ വന്നു കഴിഞ്ഞാൽ സംബൂല് വിത്ത് മോസ്കസ് വളരെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഈ പ്രോബ്ലംസ് വിതൗട്ട് എനി സ്ലീപ്പിംഗ് മെഡിസിൻ, പാസ്ഫ്ലോറൊന്നും ഇല്ലാതെ തന്നെ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മളിലുണ്ടാവുന്ന ഒരു മാനസിക സംതൃപ്തി, കോൺഫിഡൻസ് ഈ പേഷ്യന്റിന് നമ്മുടെ മുഖത്ത് കാണാൻ പറ്റുമെങ്കിൽ അയാൾ അന്ന് തന്നെ ഉറങ്ങുമെന്നുള്ളതാണ് അതിൻ്റെ അനുഭവം. ദെൻ ഹാർട്ട് ഡിസീസസ് വിത്ത് കൊലാപ്സ് കണ്ടീഷൻ ഉണ്ടെങ്കിലേ വെറേറ്റർ ആൽബം വരത്തുള്ളൂ. ഭയങ്കര എക്സ്ട്രീം കോൾഡായിട്ട് വിയർത്ത് ഫെയിന്റ് ചെയ്ത് അവിടെ ഓരോ നിമിഷങ്ങളും വിത്ത് ഭയങ്കര ആങ്സൈറ്റി, ഒരു സ്ലൈറ്റ് എക്സേഷൻ പോലും പറ്റത്തില്ല. It is a symptom of cardiac collapse or cardiac arrest. പൾസ് വീക്ക് ആകും, കോൾഡ് സ്വെറ്റ് ഉണ്ടാകും, കോൾഡ് തേസ്റ്റ് ഉണ്ടാകും, ഡയറിയ ആണെങ്കിൽ ഭയങ്കര വാട്ടറി ഡയറിയ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെഡിസിനാണ് അമൈൽ നൈട്രോസൽ.
ഈ ഹാർട്ട് ഡിസീസ് വിത്ത് കൊലാപ്സിൽ ശംപൂല്, വെറേട്രോ ആൽബം, അമൈൽനാട്രോസ്, അതാണ് ആ ഗ്രൂപ്പിൽ വരുന്ന മെയിൻ മെഡിസിൻസ്. കാർഡിയോ മിഗാലി വിത്ത് കാർഡിയാക് ഹൈപ്പർ ടെൻഷനിൽ കാർഡിയാക് കോസ് ആണെങ്കിൽ കാർഡിയോ മിഗാലി കൂടെ ഉണ്ടെങ്കിൽ, ക്രെട്ടാവേഴ്സ് ഈസ് ദ ബെസ്റ്റ്. അതിനകത്ത് ഹൈ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ഈ കാർഡിയോമെഗാലി വിത്ത് കാർഡിയാക് CAD, കൊറോണറി ആർട്ടറി ഡിസീസസ് ഉണ്ടെങ്കിൽ കൂടുതൽ കൊളസ്ട്രോള്, പ്രത്യേകിച്ച് ജനറൽ കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ ക്രെട്ടാവേഴ്സ് ഈസ് ദ ബെസ്റ്റ് ആൻഡ് ഓൺലി മെഡിസിൻ. ദ സെക്കൻഡ് ഓപ്ഷൻ, ഈ കാർഡിയോമിഗാലി ഇല്ലാതെ വരുന്നു, ലൈക്കോപോഡിയൻ, ലാക്ടസിസ്, ഹോട്ട് ബാമുള്ള സൈക്കോസോറിക് മെഡിസിന്റെ ഫോളോ അപ്പ് ആയിട്ട് വരുന്ന പേഷ്യൻസിലാണെങ്കിൽ സംബൂല് നല്ല മരുന്നാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ, കാർഡിയാക് കേസസ് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റിയ ഒരു മരുന്നാണ് അല്ലിയം ഉറുസിനം. അല്ലിയം സദൈവായും അല്ലിയം ഉറുസിനവും തമ്മിലുള്ള വ്യത്യാസമാണ്. വളരെ എഫക്റ്റീവാണ്. അല്ലാതെ എല്ലാ കൊളസ്ട്രോളിന് പറ്റുമെന്ന് പറഞ്ഞ റെപ്രസെന്റേറ്റീവ് മരുന്ന് കമ്പനി ആവശ്യപ്പെടുന്ന പോലെ അത് കുറയത്തില്ല. തിരിച്ച് അലിയം സദൈവയും നല്ല മെഡിസിനാണ്, അതിന്റെ സിംറ്റംസ് വേറെയാണ്. മിട്രൽ റീഗർജിറ്റേഷൻ. ഇപ്പൊ മിട്രൽ റീഗർജിറ്റേഷനിൽ വരുന്നത് എന്താണ്? പ്രഷർ ഉണ്ടെങ്കിൽ പോലും അതിന്റെ പ്രഷർ വേരിയേഷൻസ് വരും. റീഗർജിറ്റേഷൻ വരുമ്പോൾ ഹാർട്ടിന്റെ 2 അറകളിലുമുള്ള പ്രഷറിന് വ്യത്യാസം വരുമ്പോൾ ഉണ്ടാകുന്ന കൺജഷൻസ് ഉണ്ടാകുമ്പോൾ ഹൈയും, അത് വിഡ്രോ ചെയ്യുമ്പോൾ വളരെ ലോയും. അപ്പൊ താഴെ ഒരു അൺപ്രപ്പോസ്ഡ് കണ്ടീഷനിൽ അപ്പർ ആൻഡ് ലോവർ സൈക്കോട്ടിക് ഒരു 190-90 വരുവാണെങ്കിൽ, നീര് കൂടെ ഉണ്ടെങ്കിൽ, ഡിസ്നിയ ഓൺ എക്സേഷൻ, തേസ്റ്റ് വിത്ത് യൂറിനേഷൻ, വിതൗട്ട് യൂറിൻ പോകാനുള്ള മോഡേൺ മെഡിസിൻ ഉണ്ടെങ്കിൽ അത് വിഡ്രോ ചെയ്തിട്ട് വേണം നമ്മൾ അപ്പോസൈനം വാച്ച് ചെയ്യാനും കൊടുക്കാനും പഠിക്കാൻ. അതിന്റെ കൂടെ കാർഡിയാക് റീഹബിലിറ്റേഷനിൽ കാർഡിയാക് പെയിൻ ഗോ ടു ലെഫ്റ്റ് ഷോൾഡർ വരെ പോകത്തുള്ളൂ. ഇറ്റ് ഈസ് അഡോണിസ്. അസ്പെരാഗസും അഡോണിസ് പെർണാലിസും ആണ്. അഡോണിസ് എബിലിറ്റി കോൺസ്റ്റിറ്റ്യൂഷനും അസ്പെരാഗസ് സൈക്കോട്ടിക് കോൺസ്റ്റിറ്റ്യൂഷനിലും എഫക്റ്റീവ് ആയിട്ടുള്ള 2 മെഡിസിനാണ് മിട്രൽ റീഹബിലിറ്റേഷനിൽ നമുക്ക് കൊടുക്കാവുന്നത്. അതുകൊണ്ട് റീഹബിലിറ്റേഷൻ വാൽവുലാർ ഡിസീസ് ആണല്ലോ അതിന്റെ കോസ്. അപ്പൊ അത് ഒരു സർജിക്കൽ കേസ് ആയതുകൊണ്ട് നമുക്ക് ചില അഡ്വാൻസ്ഡ് കേസിലോ അല്ലെങ്കിൽ ഏജിലോ വേറെ ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ സർജറി ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസിൽ, പുട്ടവർത്തിയിലൊക്കെ ഞാൻ കാർഡിയോ ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞു വിട്ടുള്ള കേസുകൾ അവിടെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു വന്നിട്ട് നമ്മളിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ആളുകളുണ്ട്. മെഡിക്കൽ കോളേജിലെ നമ്മുടെ ഒരു റിട്ടയർഡ് നേഴ്സൊക്കെ വളരെ വർഷങ്ങളായിട്ട്. ഇപ്പൊ ഒരിക്കൽ കൈമൾ ഡോക്ടർ അവരോട് ചോദിച്ചു, നിങ്ങൾ ഇപ്പൊ എന്ത് അപ്പൊ ഇങ്ങനെയാന്ന് പറഞ്ഞു, നിങ്ങൾക്ക് മാനസികാസ്വാമല്ലോണെന്ന്. ഇല്ല ഡോക്ടറെ, അവിടെ പോയിട്ട് ഇനി ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ രക്ഷപ്പെട്ട് നിൽക്കുന്നത് ഇതുകൊണ്ടാണ്. എന്ന് അവർ പറയും. ഒരു അവസരത്തില് കടലോരത്ത് ഞങ്ങൾ വയസ്സന്മാർ ഓടാൻ ചെന്നപ്പോ ഡോക്ടറെ അവിടെ വെച്ച് ഞാൻ അങ്ങോട്ട് തന്നെ ചെന്ന് പരിചയപ്പെട്ടു. അദ്ദേഹം ഭയങ്കര അപ്രീഷിയേറ്റീവ് ആയിട്ട്, അപ്പൊ എന്നെ പറ്റി അദ്ദേഹം തിരക്കുന്നുള്ളു. പിന്നെ അദ്ദേഹത്തിന്റെ വൈഫ് കമ്പ്യൂട്ടർ ട്രീറ്റ്മെന്റ് വരുമായിരുന്നു. എന്റെ ഒരു നല്ല വെൽവിഷറാണ് ഇപ്പോഴും. നമ്മൾ അദ്ദേഹം റെഫർ ചെയ്ത കേസൊക്കെ ഒത്തിരി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കൊടുത്തപ്പോ വിത്ത് ഓൾ റെസ്പെക്ട്സ്, ഇവിടെ ഇതുവഴി എവിടെ പോയാലും എന്നെ വന്ന് കാണും, ആലപ്പുഴ ചെന്നാലും എന്നെ വിളിച്ചാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അതുപോലെ നമുക്ക് ചെയ്യാവുന്ന ലിമിറ്റിൽ ഒത്തിരി നന്മകൾ ചെയ്യാവുന്ന ഒരു കോഴ്സാണ് മിട്രൽ റീഹബിലിറ്റേഷനിൽ അപ്പോസൈൻ, അഡോണിസ്, ക്രെട്ടാസ്. അത് 3ഉം അതിന്റെ സിംറ്റോമാറ്റിക്കലായിട്ട് 3 ചേഞ്ച്. കാർഡിയാക് എഡിമയില് കൊളിൻസ്വാഡിയ പ്രത്യേകിച്ചാല് കാർഡിയോമയോപ്പതി അല്ല കാർഡിയാകോസസ് ടു ലീഡിങ്സ് ടു ഹെപ്പാറ്റിക് പതോളജി ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ടോട്ടൽ കൺസേണിൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ കൊളിൻസ്വാഡിയ ഭയങ്കര എഫക്റ്റീവ്. ഗൗട്ട് വിത്ത്, അപ്പൊ ഗൗട്ടിൽ നമ്മള് ഗൗട്ടാണോ നോക്കണം. യൂറിക് ആസിഡ്, ഗൗട്ടി കോൺസ്റ്റിറ്റ്യൂഷൻ, ഗൗട്ടിന്റെ യൂണിവേഴ്സൽ എല്ലാവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലൊക്കേറ്റഡ് ഗൗട്ടി നോഡോസിസ് വിത്ത്
ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ടച്ച്. നമ്മൾ ഈവൺ സ്ലൈറ്റ് ടെസ്റ്റ്, അതിൽ ഏറ്റവും കോൾച്ചിക്കൻ പേഷ്യന്റ് ഡയഗ്നോസ് ചെയ്യാൻ നല്ലത് നമ്മൾ ഈ 4 വിരലും കൂടെ നമ്മുടെ കയ്യിൽ വെച്ചൊന്ന് നെക്കിയാൽ ഒരു പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞിട്ട് കൈവലിക്കും. കോൾച്ചിക്കം അതിന്റെ ഒരു വലിയ ക്ലൂ ആണ്. പിന്നെ അതിന്റെ നോഷ്യ, പിന്നെ അതിന്റെ യൂറിൻ, പിന്നെ ഗൗട്ടി ഹിസ്റ്ററി വിത്ത് കാർഡിയാക് ഹൈപ്പർ ടെൻഷൻ. കോൾച്ചിക്കം ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ. സിംഗിൾ മെഡിസിൻ ആയിട്ട് നമ്മൾ കൊടുത്താൽ ഇതെല്ലാം കവർ ചെയ്യുന്നുണ്ട്. ലിവർ ഓറമെറ്റിലും മാഗ്മാറും മിരിക്കായി. അപ്പൊ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ലീഡിങ് ടു ഹെപ്പാറ്റിക് ഹൈപ്പർ ടെൻഷൻ. അപ്പൊ വലിയ കാർഡിയാക് പ്രശ്നമില്ലാതെ സെക്കൻഡറി കൺജഷൻസോ സെക്കൻഡറി പ്രോബ്ലംസ് ലിവറിൽ ഉണ്ടാകുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രഷറാണെന്ന് നമുക്ക് മനസ്സിലായാൽ നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ കിഡ്നീസ് ആണ് കോസെങ്കിൽ നമ്മൾ കിഡ്നിയുടെ ഹൈപ്പർ ടെൻഷൻ, റീനൽ ഹൈപ്പർ ടെൻഷനുള്ള മരുന്ന് ഞാൻ പറയുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പൊ പറയുന്നില്ല. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പതോളജിയും കൺട്രോൾ ചെയ്യും, പ്രഷറും കൺട്രോൾ ചെയ്യും. ഇപ്പൊ ലിവറിലാണെങ്കിൽ സിബിലിറ്റിക്കിലാണെങ്കിൽ ഓറമെറ്റ്, മാഗ്മോർ സൈക്കോസോറിക് ആണ്, മെരിക്ക സൈക്കോസോറിക് ആണ്. കാര്യം സൈക്കോസോറിക്കോ സിബിലിറ്റിക്കോ ആയിരിക്കും ലിവർ ഡിസീസസ്. അതിൽ ഓറമെറ്റിന്റെ പതോളജി ഉണ്ടെങ്കിൽ വളരെ എഫക്റ്റീവ് ആണ്. അപ്പൊ ലിവർ പതോളജി വിത്ത് മാഗ്മോർ റൈറ്റ് സൈഡഡ് മെഡിസിനാണ്. മാഗ്മോറും ലൈക്കോപോഡിയം മെർസോളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാല് ഈ 3-4 മെഡിസിൻസ് ആണ് നമുക്ക് ലിവർ റൈറ്റ് സൈഡിലാണ്. ഇപ്പൊ ലിവർ പതോളജി ഉണ്ടാകുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം അതാണ്. ഹോട്ട് ബാം ആണ്, ഇച്ചിരി കഴിക്കുമ്പോൾ മതിയാകും, പ്ലാറ്റസ് ഉണ്ട്, അബ്ഡമൽ ഡിസ്റ്റൻഷൻ ഉണ്ട്, ലിവർ പെയിൻ ഉണ്ട്. നമ്മൾ കളക്ട് ചെയ്ത് വരുമ്പോഴായിരിക്കും ലൈക്കോപോഡിയം നമ്മൾ കൊടുത്താൽ ഗുണം കിട്ടത്തില്ല. കാര്യം എന്താ, ലൈക്കോപോഡിയത്തിന്റെ പൊസിഷൻ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലിവർ ഡിസീസ്. കാര്യം എഫക്റ്റഡ് പാർട്ടി വെച്ച് കിടക്കുമ്പോൾ ലൈക്കോപോഡിയത്തിനും മെർസോളിനും റൈറ്റ് സൈഡ് ആണെങ്കിൽ റൈറ്റ് സൈഡ് അഗ്രവേഷന്. അപ്പൊ അതില് റൈറ്റ് സൈഡിൽ വെച്ച് കിടക്കുന്ന റൈറ്റ് സൈഡ് വിത്ത് റിലീഫ് കിട്ടുന്ന ഒരു ലിവർ മെഡിസിനിൽ സൂപ്പർ മെഡിസിനാണ് മാഗ്മോർ. അതുകൊണ്ട് തന്നെ ക്യാൻസർ ലിവറിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഗുണം കിട്ടും മാഗ്മോർ കൊടുത്താല്. മാഗ്മോറിന്റെ കൂടെ അങ്ങനെയുള്ള പദങ്ങളും ടീലിയ, ട്രൈഫ്ലോറിയ, ഈ 2 മെഡിസിൻ മാത്രമേ റൈറ്റ് സൈഡിൽ എഫക്റ്റഡ് സൈഡിൽ വെച്ച് കിടന്നാൽ ഗുണം കിട്ടത്തുള്ളൂ. അതർ മെഡിസിൻ ഈസ് ബ്രൈ. അപ്പൊ ബ്രൈക്ക് ഒരു എഫ്യൂഷൻ സ്റ്റേജിൽ മാത്രമാണ് ലിവറിൽ കൂടുതൽ കിട്ടുന്നത് ടെൻഡർനെസ്. പിന്നെ ലിവറിനെ പറ്റി പറയുന്നതിന് കയ്യിലെടുത്ത് വെച്ചോണ്ടിരിക്കുമെന്നാ പറഞ്ഞ പേഷ്യന്റ് ആ വശത്ത് ഇങ്ങനെ നെക്കി തൂക്കി പിടിച്ചോണ്ടിരിക്കും, അനങ്ങിയാ കൂടും. അങ്ങനെയൊക്കെ ബ്രെയിനിന്റെ സിംറ്റംസ് ഉണ്ടെങ്കിൽ ബ്രെയിൻ എഫക്റ്റീവ് ആണ്. അതർവൈസ് ഓറമെറ്റ് മാഗ്മോർ മെരിക്കയുടെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ലീഷൻസ്, ലിവറിന്റെ ലെഫ്റ്റ് ലോബിൽ ഉണ്ടാകുന്ന ക്യാൻസറോ സിറോസിസോ ട്യൂമറോ ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് മെരിക്ക നോക്കാം. മെരിക്കയുടെ ഒരു പ്രത്യേകത ഹൈ ജോണ്ടിസ് ആയിരിക്കും, 2 അൺനോട്ടീസ് ഫ്ലാറ്റസ് ആയിരിക്കും, ഭയങ്കര ഒഫൻസീവ് ഫ്ലാറ്റസ് ആയിരിക്കും. ഒരു സദസ്സിലൊക്കെ നിന്ന് കഴിഞ്ഞാല് അറിയാതെ ഇങ്ങനെ ലൗഡ് ഇത് പോയിട്ട് അവർ കഷ്ടത്തിലാവും. അക്കൂട്ടത്തിൽ ഇടക്ക് അറിയാതെ തന്നെ സോളിഡ് മോഷൻ പോകും. ലിക്വിഡ് ആലോസിന്റെ പോലെയല്ല, സോളിഡ് ആയിട്ടുള്ള പീസ് മോഷൻ പോകും. ഇത് മെരിക്ക വളരെ വളരെ എഫക്റ്റീവ് മെഡിസിൻ. അതാണ് ലിവർ ഹൈപ്പർ ടെൻഷനില് കമ്പാരിറ്റീവ് മെറ്റീരിയൽ മെഡിക്ക. നെർവ് ഇഞ്ചുറി ഓർ ഡിസ്റ്റർബ്ഡ് നെർവ് ഹോർമോൺ നൈട്രിക്ക. എനി കോസ്, ഏതെങ്കിലും നെർവ് ഇഞ്ചുറിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു കോസ് ആണെങ്കിൽ നമുക്ക് ആ രീതി ഹോർമോൺ നൈട്രിക്കം എഫക്റ്റീവ് ആയിട്ട് കാണാൻ പറ്റും. ദെൻ അയോർട്ടിക് സ്റ്റെനോസിസ്. അയോർട്ടിക് സ്റ്റെനോസിസിൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു കേസസ് വന്ന് മെയിൻ ഹാർട്ടിന്റെ മെയിൻ ആർട്ടറിയിലെ അയോർട്ടയില് തടസ്സം ഉണ്ട്, സ്റ്റെനോസിസ് ഉണ്ടായാൽ ഈവൻ ദോ സർജിക്കൽ കേസസ് ആണെങ്കിലും നമുക്ക് ഈ നാപ്താക്വനൈൻ എന്ന് പറയുന്ന മെഡിസിന്റെ 3x പൊട്ടാൻസി 2 ടാബ്ലറ്റ്സ്, ഡിസ്നിയ കൂടുതലാണെങ്കിൽ, വെർട്ടിഗോ കൂടുതലാണെങ്കിൽ, കൺജഷൻ ഓഫ് പേസ് കൂടുതലാണെങ്കിൽ നമുക്ക് കാൽക്കേറിയ കാർബം നാപ്തലിന് കൊടുക്കാം. ലെഫ്റ്റ് സൈഡ് റേഡിയേറ്റിംഗ് പെയിനോ കൺജഷനോ ഒരു ഫുൾ ഫീലിങ്ങോ രാത്രിയുള്ള വേദനകള് ചില സോർബിട്രേറ്റ് കൊടുത്ത് കറക്റ്റ് ചെയ്യുന്ന വേദനയാണെങ്കിൽ അഡോണിസ് സ്പെസിഫിക്.
നമുക്ക് ഇപ്പൊ അതിനകത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യം, വളരെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഭയങ്കര വലിയ കാർഡിയോളജിസ്റ്റുകൾ പോലും കാർഡിയാക് CID-യിലോ അയോട്ടിക് സ്റ്റെനോസിസിലോ അതുപോലുള്ള അഡ്വാൻസ് പതോളജിയുള്ള ഹാർട്ട് ഡിസീസസില് അവര് സോർബിട്രേറ്റ് 3-4 നേരം കഴിക്കാനാ പറഞ്ഞിരിക്കുന്നത്. നാക്കിന്റെ താഴെ ഇട്ട് കഴിക്കാൻ പറയുന്ന സ്ഥലത്ത് അഡോണിസ് നമുക്ക് 1 മാസം കൊടുത്താൽ, ഇനി CID-യിലാണെങ്കിൽ പോലും 1 മാസം നമുക്ക് അഡോണിസ് 10 drops twice daily വിത്ത് അതിന്റെ ബാക്കി കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിനും കൂടെ കൊടുക്കുവാണെങ്കിൽ സോർബിട്രേറ്റിന്റെ ആവശ്യം വരത്തില്ല. അപ്പൊ അത്രയും അവർക്ക് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞങ്ങളുടെ മെഡിസിൻ എഫക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ അതിന് ചെയ്യാനുള്ളത് സോർബിട്രേറ്റ് മാറ്റി മാറ്റി ചെയ്യുക. നിങ്ങൾ 4 നേരം വെച്ച് കഴിക്കാതെ ആവശ്യമുണ്ടെങ്കിൽ കഴിക്കുക. നമ്മളിപ്പോ ക്യാൻസറിൽ അതുപോലെ തന്നെയാ. അവരുടെ മോർഫിൻ 6 മണിക്കൂർ ഇടവിട്ട് 4 മണിക്കൂർ ഇടവിട്ട് കൊടുക്കാൻ പറയുന്ന ആ ഒരു പതോളജിക്കൽ ശാസ്ത്രം നമ്മൾ ആദ്യമൊക്കെ അത് വാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് കാര്യം അതിന്റെ ഒരു അങ്ങനെ അത് എഫക്റ്റ് ചെയ്യുള്ളെന്നാണ് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള മോഡേൺ മെഡിസിൻ ഡോക്ടർമാർക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കറക്റ്റ് മെഡിസിൻ ആണെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. ആദ്യം നമ്മൾ SOS കൊടുത്തിട്ട് ആവശ്യം വരുമ്പോൾ എന്റെ മരുന്ന് നിന്നില്ലേ നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞാൽ നമുക്കത് ഗ്രാജുവലി വിഡ്രോ ചെയ്യാൻ പറ്റും. അതൊരു ചെറിയ കാര്യമല്ല, നമുക്ക് അവകാശപ്പെടാവുന്ന ഒരു വലിയ നന്മയാണ്. റീനൽ ഹൈപ്പർടെൻഷൻ, സറോത്താമിൻ, റീനൽ ഹൈപ്പർടെൻഷൻ വിത്ത് ഡയബറ്റീസ് വിത്ത് അഡ്വാൻസ് റീനൽ ഫെയിലുറിൽ സറോത്താമിൻ ഈസ് എ വെരി ഗുഡ് മെഡിസിൻ. വിത്ത് യുറീമിയ ഇപ്പൊ യുറീമിയ കൂടുതലുണ്ടെങ്കിൽ സറോത്താമിനും കുപ്രമെറ്റും പ്ലംബമെറ്റും വരുന്നുണ്ട്. കുപ്രത്തിന് ക്രാംസ് ഉണ്ട്, പ്ലംബത്തിന് ഡിസ്യൂറിയയും പാരലൈറ്റിക് ഇനഫിഷ്യൻസിയും വരും. പിന്നെ ഭയങ്കരമായിട്ട് ഹാർഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്യൂ ടു ദ സ്റ്റാഗ്നേഷൻ ഓഫ് ദി പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്. അപ്പൊ ആ പതോളജി കണക്ട് ചെയ്യുവാണെങ്കിൽ യുറീമിയ ഇൻക്ലൂഡ് ഉൾപ്പെടെ നമുക്ക് കൊടുക്കാം. ഈ പതോളജി ലിയാട്രിസ് പിക്കേറ്റ ഇസ് എ പാലിയേറ്റീവ് മെഡിസിൻ. യുറീമിയ വിത്ത് ഹൈപ്പർ ടെൻഷൻ വിത്ത് ഡയബറ്റീസ് ഇൻ അഡ്വാൻസ് സ്റ്റേജ് വിത്ത് ഹിസ്റ്ററി ഓഫ് cerebral anemia leading to unconscious or hepatic നമ്മുടെ എൻസെഫലോപ്പതിയുടെ ഒക്കെ സിംറ്റം വരുമ്പം അല്ലെങ്കിൽ ക്രാംസ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പറ്റും. പാരലൈറ്റിക് ഇൻഎഫിഷ്യൻസി, മസ്കുലർ അട്രോഫി തുടങ്ങിയിട്ടുള്ള കാര്യമാണെങ്കിൽ പ്ലംബം പറ്റും. അതിന്റെ ഒരു പാലിയേറ്റീവ് മെഡിസിനായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ലിയാട്രിസ് പിക്കേറ്റ ടിഞ്ചറും നമുക്ക് വളരെയേറെ നന്മ ചെയ്യുന്നുണ്ട്. Then over distended ventricles. ഇപ്പൊ ഓവർ ഡിസ്റ്റൻഡ് വെട്രിക്കില് പ്രഷർ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസരത്തിൽ നമുക്ക് എന്ത് കിട്ടും? കൺവലേറിയയുടെ ഏത് സിംറ്റം കിട്ടുന്നത്? 4th, 5th and 7th മിസ് ചെയ്യും. ഹാർട്ട് ബീറ്റ് മിസ് ചെയ്യും, ഇറഗുലർ ആകും. അതിൻ്റെ കൂടെ അതുപോലെ തന്നെ ഭയങ്കര എക്സേഷണൽ ഡിസ്നിയ ഉണ്ട്. അപ്പൊ ആ പൾസും പിന്നെ നമ്മുടെ ECG-യിലെ ഫൈൻഡിങ്സും ഓവർ ഡിസ്റ്റൻഡ് വെൻട്രിക്കിൾസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഒന്നെങ്കിൽ എക്കോകാർഡിയോഗ്രാമിന്റെ റിസൾട്ടും കൂടെ വെച്ചാൽ കൺവലേറിയ നമ്മൾ പറയുന്ന പോലെ കഴിപ്പിച്ചു കഴിയുകയാണെങ്കിൽ ECG പോലും വിസിബിൾ ആയിട്ട് ഡിഫറൻസ് നമുക്ക് വരുത്താൻ വരുന്നു. പിന്നെ വീക്ക് ഹൈപ്പർട്രോഫി, ഇത് രണ്ടും മോളിൽ പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും കറക്റ്റ് ആണ്. അതിന്റെ അഡ്വാൻസ്ഡ് അവസ്ഥയില് ടിഞ്ചർ കൊടുത്തിട്ട് 3x കൊടുക്കുക, 3xൽ കണ്ടിന്യൂ ചെയ്യുക. ഇനിയുള്ളത് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ മറ്റു ഡോക്ടർമാരുടെ ലെക്ചറൊക്കെ കേട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോട്ടോകോളിക് പോലുള്ള ഒരു ഡിഫറൻഷിയേറ്റിംഗ് പോയിന്റ് ആണ്. ഇത് നിങ്ങൾ എഴുതി വെച്ച് പതുക്കെ ക്ഷമയോടുകൂടി ഒരു 3-4-5 മാസത്തെ അനുവാദമൊക്കെ പേഷ്യന്റിന് മേടിച്ചിട്ട് നമ്മുടെ മെഡിസിൻ കൊടുത്ത് ചെയ്താൽ ഒരു 10-80% തീർച്ചയായിട്ടും സക്സസ് ഉണ്ടാകും. ഒന്ന് ഹൈപ്പർ ടെൻഷൻ വിത്ത് ഇൻസോമാനിയ ആൻഡ് ഈസിഫിറ്റി, അതാണ് റെവോൾഫിയ. നമ്മളെല്ലാത്തിലും യൂണിവേഴ്സലായിട്ട് റെവോൾഫിയ എക്സസീവായിട്ട് കൊടുത്താൽ ഇൻസോമാനിയയിലും ഫെറ്റീഗും കൂടപ്പുറപ്പായിട്ട് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് പേഷ്യന്റിന് കൊടുക്കാൻ പറ്റും, ചെറവ് കലങ്ങി. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിലും റെവോൾഫിയ കൊടുക്കരുത്. ഹൈപ്പർ ടെൻഷൻ, ഡിസിപ്ലിനി ആൻഡ് IST. അർജുന ടിഞ്ചർ പറയുന്നുണ്ട്, അർജുന ടിഞ്ചർ നല്ലതാണ് ഹൈപ്പർ ടെൻഷൻ വിത്ത്
ഹൈ കൊളസ്ട്രോള്, പിന്നെ ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് പോസിറ്റീവ് ഉണ്ടെങ്കിൽ CAD ഒക്കെ ഉള്ളവരിലാണെങ്കിൽ ഈ അർജുനയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈക്കോട്ടിക്ക, പുതയ്ക്കത്തില്ല, പാനിടും, ചായയൊക്കെ തണുത്തതായിരിക്കും ഇഷ്ടം, എത്ര ഭയങ്കരമായിട്ട് സ്വെറ്റ് ഉണ്ടെങ്കിലും അവർക്ക് ഭയങ്കരമായിട്ട് പാനിടും, എത്ര മഴയുണ്ടെങ്കിലും പുതയ്ക്കത്തില്ല. ലൈക്കോപോസ് വെർജിനിക്ക, ക്രിട്ടാഗസ്, സംബൂല്, അർജുന. ഈ കാർഡിയാക് പതോളജി, ഡിസ്ലിപ്പിഡീമിയ വളരെ പ്രൊഡോമിനേറ്റ് ചെയ്തിരിക്കുന്നതിനകത്ത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഓരോ മയാസ്മാറ്റിക് ഡിഫറൻസിയേഷൻ വെച്ച് പേഷ്യന്റിന്റെ ഇൻഡിവിഡ്വാലിറ്റി തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറെ കൂടെ നമുക്കും കോൺഫിഡൻസ് ഉണ്ടാകും, നമുക്കൊരു രജിസ്റ്റർ ഉണ്ടാക്കാൻ പറ്റും. സക്സസ്ഫുള്ളി കൺട്രോൾഡ് ഡിസീസ് എന്ന് എഴുതിയിട്ട് ആ ഫയൽ നമുക്ക് വെച്ചാൻ പറ്റും. ഹൈപ്പർ ടെൻഷൻ വിത്ത് ഹൈപ്പോതൈറോയിഡിസം, നേരത്തെ നമ്മൾ പറഞ്ഞ ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് വിത്ത് ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിൽ കാലിയൈഡൈഡ്, ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് ഇല്ലാതെ ആണെങ്കിൽ ലൈക്കോപോസ് വെർജിനിക്കയുടെ പൊട്ടൻസി ഫോമാണ് ഉപയോഗിക്കുന്നത്. രണ്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒന്ന് 3x ലിക്വിഡ് കിട്ടും, ആദ്യം ടിഞ്ചർ കൊടുക്കുക, പിന്നെ 3x കൊടുക്കുക, പിന്നെ 30 കൊടുക്കുക, കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനും കൂടെ കൊടുക്കുക. ഹൈപ്പർ ടെൻഷൻ ഡിസീസ് വിത്ത് റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ. റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ ഉണ്ടാകും, ഹാർട്ട് ഡയലറ്റേഷൻ ഡിസ്റ്റൻഷൻ ഉണ്ടാകുമ്പോൾ ഗ്രാജുവലി അവിടെ കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. ഔട്ട്പുട്ട് കുറഞ്ഞിട്ട് അതിന്റെ ബ്ലഡ് മിച്ചം കെട്ടിക്കിടക്കും. കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ലീഡിങ്സ് ടു ക്ലോട്ട് ഉണ്ടാകാം, സെർബ്രൽ ക്ലോട്ട്, സ്ട്രോക്ക് ഉണ്ടാകാം. തിരികെ ഒരു അൺപ്രൊപ്പോർഷണേറ്റ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഹാർട്ടിൽ വരുന്നത് കൊണ്ട് തന്നെ റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലുവർ ഉണ്ടാകും. അപ്പൊ ഫെയിലുവർ ഉണ്ടായവരിലും ഉണ്ടാകാൻ മോഡേൺ മെഡിസിൻ കഴിച്ചിരിക്കുന്നതിലും നമുക്ക് പ്രൂണസ് വെർജിനിക്ക, ഇറ്റ് ഈസ് എ റെയർ മെഡിസിൻ, വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് പ്രൂണസ് വെർജിനിക്ക. നമ്മൾ സാധാരണ യൂറിനറി തലവേദനയ്ക്ക് ഉപയോഗിക്കുന്ന പ്രൂണസ് സ്പൈനോസയാണ്, ഇത് പ്രൂണസ് വെർജിനിക്കയാണ് മരുന്ന്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ECG അല്ലെങ്കിൽ എക്കോകാർഡിയോഗ്രാമോ അല്ലെങ്കിൽ ആൻജിയോഗ്രാമോ ഒക്കെ വെച്ചിട്ടുള്ള റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റഡി ചെയ്യുക. ഇല്ലെങ്കിൽ ഒരെണ്ണം പുതിയതൊക്കെ 1000 രൂപ കൊടുത്ത് എടുപ്പിക്കാൻ പറ്റും. അതെടുത്തിട്ട് ഈ റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലുവർ ഉള്ള കേസസിൽ വളരെ നാൾ ഈ പേഷ്യന്റ് നമുക്ക് നല്ലപോലെ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. പൾമിനറി ഹൈപ്പർ ടെൻഷൻ നമ്മൾ പറഞ്ഞു, അതിനകത്ത് നമ്മൾ പറഞ്ഞ നാപ്തോക്കോനൈനൊക്കെ ആയിരുന്നു. ഇത് ആസ്പിഡോസ്പെർമിയ. പൾമിനറി ഹൈപ്പർ ടെൻഷൻ കൊറോണയുടെ കോംപ്ലിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ള കാർഡിയാക് പൾമിനറി ഡിസീസിൽ ആസ്പിഡോസ്പെർമിയ എഫക്റ്റീവ് ആയിട്ടുണ്ട്. നമ്മൾ ഒത്തിരി ആസ്പിഡോസ്പെർമിയ കൊടുത്ത ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ കുറെ കൂടെ അതിന്റെ പതോളജി കൺട്രോൾ ചെയ്യാനും കോംപ്ലിക്കേഷൻ കൺട്രോൾ ചെയ്യാനും സ്റ്റിക്റ്റ പൾമോണിസ് ആണെന്നാണ് വടക്കേ ഇന്ത്യൻ ലോബി പറയുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. വാൽവുലാർ സ്റ്റെനോസിസ് നമ്മളിപ്പോ എല്ലാം ഡിസ്കസ് ചെയ്തു. IHD വിത്ത് ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ തൈറോയിഡിസം വിത്ത് ഹൈപ്പോതൈറോയിഡിസം, ലൈക്കോപോസ് വെർജിനിക്ക, വിസ്കാൽബ്, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ, പൾമണറി ഹൈപ്പർടെൻഷൻ, ഹൈപ്പർ ടെൻഷൻ ഡ്യൂ ടു വാൽവുലാർ സ്റ്റെനോസിസ് സംഭവം. ഇപ്പൊ നമ്മൾ ടച്ച് ചെയ്യാത്ത പ്രഷർ ഇല്ല, പ്രഷറിന്റെ കോസേറ്റീവ് ഫാക്ടർ, കാർഡിയാക് പതോളജി, റീനൽ പതോളജി, ഹോർമോണൽ പതോളജി എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ളതിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നമുക്ക് മെഡിസിൻ ഉണ്ട്. ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ക്ഷമയോടുകൂടെ പഠിക്കുക, മെഡിസിൻ കളക്ട് ചെയ്യുക, നല്ല ക്വാളിറ്റി മെഡിസിൻ ഉപയോഗിക്കുക. നാടില് നമ്മൾ 10, 70, 80% ഡിസ്കൗണ്ട് നോക്കി പോകാതെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം, നമുക്കൊരു ചാൻസേ കിട്ടത്തുള്ളൂ. അത് നമ്മുടെ മെഡിസിൻ മോശമാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് പോകും. അതുകൊണ്ട് എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല കമ്പനിയുടെ മരുന്ന് വളരെ കൃത്യമായിട്ട് മേടിച്ചിട്ട് നമ്മൾ കൊടുത്താൽ വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഈ ദുഃഖപരയ അവസാനിയായിട്ടുള്ള ഡിസീസിൽ നിന്ന് മാനകുലത്തെ രക്ഷിക്കാൻ പറ്റും. നമുക്ക് ഓരോരുത്തർക്കും തന്നെ നമ്മൾ ഒത്തിരി ഡോക്ടർമാർ മോഡേൺ മെഡിസിന്റെ മരുന്ന് കഴിക്കുന്നവരുണ്ട്. അപ്പൊ അത് എല്ലാം കൂടെ വലിച്ചെറിഞ്ഞിട്ടല്ല, നമ്മുടെ ഇത് നോക്കിയിട്ട് ക്ഷമയോടുകൂടി നമുക്ക് മരുന്ന് കഴിച്ചിട്ട് അതിനകത്തുനിന്ന് പതുക്കെ സർവൈവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. റീനൽ ഹൈപ്പർ ടെൻഷൻ, നെഫ്രോട്ടിക്സ്,
ജൂനിപ്പർ കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്, ഡയാലിസിസ് അഡ്വൈസ് ചെയ്തിട്ടുള്ളവർക്കും ഡയാലിസിസ് ചെയ്യാത്തവർക്കും. ഒരു 3-3.5-4 മാസം കൊണ്ട് മോഡേൺ മെഡിസിൻ വിഡ്രോ ചെയ്തിട്ട് നമുക്ക് അവരുടെ ക്രിയാറ്റിൻ ലെവലും കൺട്രോൾ ചെയ്യാനും ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദ മെഡിസിൻ ഈസ് ജൂനിപ്പറസ് കമ്മ്യൂണിക്കേഷൻ. അതിന്റെ കാര്യം പാരങ്ങലം ഡിസീസിനേക്കാൾ കൂടുതൽ നെഫ്രോട്ടിക് പതോളജി ഉള്ളവരിലാണ് ജൂനിപ്പർ കമ്മ്യൂണിക്കേഷൻ. Pheochromocytoma in hypertension, it is a genetic constitutional defectly വരുന്ന ഒരു ഹൈപ്പർടെൻഷൻ ആണ്. അതിന്റെ ഒരു സിംറ്റം എഫിക്കസി ഓഫ് ഹാർട്ട് കുറയും, EF കുറയും. ഹൈപ്പറിസൈന് നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് കാണുന്നു. ദെൻ പോർട്ടൽ ഹൈപ്പർടെൻഷൻ, ഹൈപ്പോസൈനവും നമ്മൾ നേരത്തെ പറഞ്ഞ കൊളിൻസോണിയ. ഇൻട്രാക്രൈനിയൽ ഹൈപ്പർടെൻഷൻ, ഇൻട്രാക്രൈനിയൽ ഹൈപ്പർ ടെൻഷൻ വരുന്ന സ്ട്രോക്ക് കഴിഞ്ഞവർക്ക് വരാം, ബ്രെയിൻ ട്യൂമറിലുള്ളവർക്ക് വരാം, ഹെമറേജ്, ഇൻട്രാക്രൈനിയൽ ഹെമറേജ് ഉള്ളവർക്ക് വരാം, വേറെ ഏതെങ്കിലും ഹെഡ് ഇഞ്ചുറി സിവിയർ ആയിട്ടുള്ളവരിൽ വരാം. അങ്ങനെ അതിന്റെ പതോളജിക്കൽ കോസസിൽ ഇൻട്രാക്രൈനിയൽ ഹൈപ്പർ ടെൻഷൻ പ്രഷർ കൂടുമ്പോൾ ലെംബാർ പങ്ക്ചറിലൂടെ ട്യൂബ് ഇട്ടിട്ടൊക്കെ ഫ്ലൂയിഡ് മാറ്റുന്ന അവസരത്തിലുള്ള പതോളജിക്കൽ ഇൻഡിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഹെലിബറസ്, സിംഗമെറ്റ്, ആർണിക്ക അങ്ങനെയൊക്കെ ഉള്ള 3-4 മെഡിസിൻ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ആ ഒരു പതറ്റിക് കണ്ടീഷനിൽ നിന്ന് പേഷ്യന്റിനെ ഗ്രാജുവലി സർവൈവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ട് ഗ്രാജുവലി സക്സസ് ആയ കേസസ് നമുക്കുണ്ട്. ഹൈപ്പർ ടെൻഷൻ വിത്ത് ഇസ്കീമിക് കാർഡിയോമയോപ്പതി. കാർഡിയോമയോപ്പതി ഉണ്ട്. കാർഡിയോളജിയിലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പതോളജിക്കൽ ഓർ സ്ട്രക്ചറൽ ഡിസീസസ് ഉണ്ട്. അതിന്റെ കൂടെ ഇസ്കീമിയയും അതിന്റെ കൂടെ ഹൈപ്പർ ടെൻഷനും ഉള്ളതില് അപ്പൊ അവരുടെ പോസിറ്റീവ് ഫാക്ടർ അല്ല, അവരുടെ സിംറ്റംസ് കൂടുതലും സഫോക്കേഷൻ ആയിരിക്കും, സ്വെറ്റ് ആയിരിക്കും. പിന്നെ കാർഡിയോമയോപ്പതിയിൽ ഉണ്ടാകുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഫ്ലൂയിഡ് റിട്ടൻഷൻ വരാം. അതിന് നമുക്ക് നല്ലപോലെ പാലിയേറ്റ് ചെയ്യാൻ സ്ട്രോഫാന്തസ് നല്ല ഒരു മെഡിസിൻ. സ്ട്രോഫാന്തസ്, അഡോണിസ് ഫെർണാലിക്ക, സംബൂല്, ക്രിട്ടാഗസ്, ഈ 3-4 മെഡിസിനാണ് കാർഡിയോളജി ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നതും സക്സസ് ആയി കണ്ടിട്ടുള്ളത്. ഭഗവാന്റെ കൃപ കൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഫെയിലുവർ നമുക്ക് വരുന്നുള്ളൂ അപ് ടു ദിസ് ടൈം. ആർക്കും ദോഷം വന്നിട്ടായിട്ട് നമ്മൾ കാണുന്നില്ല. അതാണ് അതിനകത്തുള്ള ഒരു കോൺഫിഡൻസ്. അതാണ് ഒരിക്കൽ പോലും പിന്നെ ഒരു കാർഡിയാക്ക് അറ്റാക്കോ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ കൂടുതലായിട്ടോ ഒക്കെ വരണത് ഇപ്പൊ ചില വലിയൊരു പനിയോ അല്ലെങ്കിൽ ആസ്മ പോലുള്ള വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായി പോകുന്നതെന്നല്ലാതെ ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻ ഇല്ലാത്തവരിൽ നമ്മുടെ ഒരു അപ്രോച്ച് ഫലപ്രദം തന്നെ. പൾമിനറി ഹൈപ്പർ ടെൻഷൻ, ആർണിക്ക 3C ഗുണം. അമാമിലിസ് ടെൻജർ, ആന്റിയാഴ്സ് വണ്ണം, ഗ്ലിസറിയ ക്ലാവ്. പൾമിനറി ആന്റിയാഴ്സ് ന്യൂമോണിയക്കൽ ഡെവലപ്മെന്റ്, ഫ്ലൂയിഡ് റിട്ടൻഷൻ വളരെയേറെ കുറയും. ആന്റിയാഴ്സ് 3X ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പർട്ടിക്കുലർ കേസിലാണെങ്കിൽ വണ്ണമിനാണ് എഫക്റ്റീവ്. അപ്പൊ ഒരു ക്രോണിക് അഡ്വാൻസ്ഡ് 4th സ്റ്റേജ് ഓഫ് ബ്രോങ്ക്യാക്ടസിലൊക്കെ ബുള്ളൊക്കെ ആയി പോലുള്ള ലീഷൻസ് ഉണ്ടായി, പിന്നെ മൊസൈക്ക് ഫോമിക് ഒക്കെ ഉണ്ടായിരിക്കുന്നവരിൽ നമുക്ക് ആന്റിയാഴ്സ് വണ്ണം ആദ്യം 3X, പിന്നെ കഴിഞ്ഞ് വണ്ണമും ഗ്ലിസറിയേറിയ കഫം പ്രൊമോട്ട് ചെയ്തിട്ട് ഈ സപ്രസ് ചെയ്തിരിക്കുന്ന കഫത്തിനെ കുറേശ്ശെ എക്സ്പെക്ട്രേറ്റ് ചെയ്ത് കളയാനുള്ള ഒരു വാസന ഉണ്ടാക്കുന്ന 2-3 മരുന്നിൽ ഒന്നാണ് ഗ്ലിസറിയ ഗ്ലാബറ, കോക്കസ് കാക്ടി, കാസിയ. ഈ 3 മരുന്നില് നമ്മൾ പതുക്കെ അതിന്റെ കുറച്ചൊരു 5 തുള്ളി വെച്ചിട്ട് 4 നേരവും കൊടുത്താൽ കുറെ കഫം പോകും. അപ്പൊ കഫം ചുമയ്ക്കുമ്പോൾ ഭയങ്കര സഫോക്കേറ്റീവ് ഫീലിംഗ് ഉണ്ടെങ്കിൽ പോലും എക്സ്പെക്ട്രേഷൻ റിലീഫാണ്. അതുകൊണ്ട് ഒരാഴ്ച കഴിയുമ്പം ഭയങ്കരമായിട്ട് നമുക്ക് പേഷ്യന്റിന് വെൽബീയിങ് കിട്ടും. പൾമനറി ത്രോംബോസിസിലും ഗ്ലിസറിയ ഗ്ലാബറായിക്ക് നമ്മൾ സാധാരണ കൂടെ ലാപ്പി സ്കോറിലാണ് ത്രോംബോസിസ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ സ്ട്രച്ചിനിയം, നാപ്താകൊലൈൻ പോലെ വേറൊരു കൊനൈനുണ്ട്, ഹൈഡ്രോക്കനൈൻ. അപ്പൊ ഹൈഡ്രോക്കനൈൻ 3X
ഗ്ലിസറിയ ഗ്ലാബ്രായും എലാപ്പിസ് കോറും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ പൾമിനറി ത്രോംബോസിസ് ഡയഗ്നോസ് ചെയ്ത് കിട്ടുന്ന കേസസിൽ നമുക്ക് നല്ല പോലെ കാര്യങ്ങൾ ചെയ്യാം. സിസ്റ്റോളിക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. അപ്പൊ ഒരു 170 ആയിരിക്കും, അല്ലെങ്കിൽ 180, 160, താഴെ 80. ഇടിമയുണ്ട്, തേസ്റ്റ് ഇല്ല, ലെസ് യൂറിനാണ് ലെപ്പിസ്. സിസ്റ്റോളിക് ഉണ്ട്, ഇടിമയുണ്ട്, തേസ്റ്റിയാണ്, ലെസ് യൂറിൻ. തേസ്റ്റ് ഇല്ലെങ്കിൽ എപ്പിസും, തേസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പോസൈലും. സിസ്റ്റോളിക്, ഇടിമ, തേസ്റ്റി, മോർ യൂറിൻ. ഇപ്പൊ സാധാരണയല്ല, കുറെ കൂടെ യൂറിൻ. അപ്പം തേസ്റ്റി വിത്ത് ലെസ് യൂറിൻ, നോ തേസ്റ്റ് വിത്ത് ലെസ് യൂറിൻ, തേസ്റ്റി വിത്ത് ലെസ് യൂറിൻ, തേസ്റ്റി വിത്ത് മോർ യൂറിൻ. യൂസ് ചെയ്ത ഡിഫറൻസ് നമ്മൾ എല്ലാം കൂടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ വളരെ നല്ല ഷാർപ്പ് ക്ലോസുകളാണ് കേട്ടോ. കേട്ടോ, സിസ്റ്റോളിക്, നോയിഡിമ, തേസ്റ്റി, മോർ യൂറിൻ, വെറേട്രംബറിന്റെ. പ്രഷറിന് വളരെയേറെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് വെറേട്രംബറിന്റെ. ഇടിമ ഇല്ല, തേസ്റ്റി ആയിരിക്കും. യൂറിൻ എന്ന് വെച്ചാൽ നോർമൽ, എനിക്ക് മൂത്രമൊക്കെ നല്ല പോലെ പോകുന്നുണ്ട്, ദാഹമുണ്ട്, നീരും ഇല്ല. പക്ഷേ സിസ്റ്റോളിക് ഹൈപ്പർ ടെൻഷൻ കൂടുതലായിരിക്കും, താഴെ നോർമലായിരിക്കും. സിസ്റ്റോളിക്, നോയിഡിമ, നോർമൽ തേസ്റ്റ്, ലെസ് യൂറിൻ, ജൽസീൻ. സിസ്റ്റോളിക് വിത്ത് നോയിഡിമ, നോ സ്പെഷ്യൽ തേസ്റ്റ്, യൂറിൻ നോർമൽ, ഹെഡ് ഏക്ക് പ്രൊഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലോണായി. ഡയസ്റ്റോളിക് ആണ് കൂടുതൽ, ഇടിമയുണ്ട്, ലെസ് യൂറിൻ ആക്കാം. ഡയസ്റ്റോളിക്, നോയിഡിമ, നോർമൽ യൂറിൻ, ബെറേറ്റാമോർ. ഒത്തിരി പേര് ബെറേറ്റാമോർ ചോദിക്കുന്നുണ്ട്, പലപ്പോഴും നല്ലതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഡിഫറൻഷിയേറ്റിംഗ് പോയിന്റ് ആണ് ഇതുപോലുള്ള സെമിനാറിലൊക്കെ ഡോക്ടർമാർക്ക് കൊടുക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. അപ്പൊ നമ്മള് ബെറേറ്റാമോർ എഫക്റ്റീവ് ആണെന്നൊക്കെ നമ്മളിങ്ങനെ പറയുമ്പം ജൂനിയേഴ്സ് ഒക്കെ ബെറേറ്റാമോർ കൊടുക്കും. പക്ഷെ ബെറേറ്റാമോറിന് ഇപ്പൊ തന്നെ അത് ഏത് ടൈപ്പിലാണെന്ന് നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമെങ്കിൽ ജൂനിയേഴ്സിന് ഒത്തിരി ആത്മധൈര്യം കിട്ടുന്ന ഒരു ഡിഫറൻഷിയേറ്റിംഗ് പോയിന്റ് ആണ്. ബെറേറ്റാമോർ എല്ലാവരും ഉപയോഗിക്കുന്ന, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ പേസ് മേക്കർ, ലോ ഡയസ്റ്റോളിക്, ലോ സിസ്റ്റോളിക്, വീക്ക് പൾസ്. പേസ് മേക്കർ വെക്കേണ്ട കേസസിൽ പേസ് മേക്കറിൽ ബാറ്റർ ലോ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന സിംറ്റംസ് ലോ ഡയസ്റ്റോളിക്, ലോ സിസ്റ്റോളിക് ആൻഡ് വീക്ക് പൾസ്. പൾസ് 30, 40 ഒക്കെ ആയിരിക്കും. പേഷ്യന്റ് അതിന്റെ the best and the only effective medicine is Lactobacillus cartipo. It is a rare medicine. ഇത് ആക്ച്വലി നമ്മൾ സംഘടിപ്പിച്ചത് പുറം രാജ്യത്തു നിന്നാണ്. അതിനവര് ചോദിക്കുന്നത് 5 ഗ്രാമിന് 16 പൗണ്ടാണ് അവിടുത്തെ. എന്ന് വെച്ചാൽ നമ്മുടെ 690 രൂപ. പിൽസ് ഫോമിലാണെങ്കിൽ 3 1/2 ounce പിൽസ് 8 ഗ്രാം. നമ്മൾ സംഘടിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, വെള്ളത്തിലിട്ട് വളരെ ചെറിയ ഡോസ് കൊടുക്കുന്നുണ്ട്. എന്നാലും എനിക്ക് 1-2 പേഷ്യൻസ് കുറെ അധികം കാലം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഡയസ്റ്റോളിക്, ലോ ഡയസ്റ്റോളിക്, ലോ സിസ്റ്റോളിക് വിത്ത് വെറ്റിംഗ് ആൻഡ് വെർട്ടിഗോ, കാഡ്മിയം സൾഫേറ്റ്. ഡയസ്റ്റോളിക് വിത്ത് സിസ്റ്റോളിക്, ഇഡിമ, ജനറൽ ഇഡിമ വരും. കാര്യം ഡയസ്റ്റോളിക്കും സിസ്റ്റോളിക് ഹൈപ്പർ ആകും. 140, 160, 180 വിത്ത് നീരുണ്ടെങ്കിൽ വിസ്കാരോ, ഇഡിമ ഇല്ലെങ്കിൽ സ്പാർട്ടിയോ. അപ്പൊ സ്പാർട്ടിയോ നമുക്ക് അറിയാവുന്ന സാധനം വീഴണം. അപ്പം ഡയസ്റ്റോളിക്കും സിസ്റ്റോളിക്കും ഒരു 100, 160 നീരില്ല. സ്പാർട്ടിയോ നീരുണ്ട്, വിസ്കാരം. angina, heart block, excessive belching, fainting with irregular pulse, sclerotic arteries. Sambol formula: angina, heart block, congestive belching, ഭയങ്കര belching ഉണ്ടായിട്ട്, gastric symptoms, heart cardiology with gastric symptoms വിത്ത് പെയിന്റിങ് പ്രൊഡോമിനേറ്റ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്
പെറല്ല സംബോള് തന്നെയാണ് പെറല്ല സംബോള്. അത് ഗാസ്ട്രിക് അല്ലാതെ കാർഡിയാക് മസ്കുലേച്ചറും ചെസ്റ്റ് മസിൽ എഫക്റ്റാണ് ക്രിട്ടാഗസ്. അത് വലതുവശത്തോട്ട് റേഡിയേറ്റീവ് ആണെങ്കിൽ പൈപ്പിലക്ക. ലില്യൻ ഡിഗ്രിനം ലെഫ്റ്റ് സൈഡിലോട്ടാണെങ്കിൽ അസ്പരാഗസും അഡോണിസും. ലെഫ്റ്റ് കൈയിലോട്ട് താഴെ ഇറങ്ങുവാണെങ്കിൽ ആർണിക്ക. എൽബോ വരെ ഫിംഗർ ടിപ്പ് വരാണെങ്കിൽ ആക്ടോഡക്ടസ് പെറ്റാൻസ്. അങ്ങനെ അതിന്റെ ഡിഫറൻഷിയേറ്റിംഗ് മെറ്റീരിയൽ മേടിക്കുക, പഠിച്ച് കുറെ നാള് നമ്മൾ ചില്ലിന്റെ താഴെ എഴുതിയിട്ട് നോക്കി പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കത്തിലും വിളിച്ചാൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് കിട്ടും, പേഷ്യന് കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റും, അവർ നമ്മുടെ കൂടെ നിൽക്കും. ദെൻ സംബോളിനെ പറ്റി വളരെ വളരെ എഫക്റ്റീവായിട്ട് സംബോളിന്റെ കാര്യം ഒന്നുകൂടെ വിശദീകരിക്കാൻ ഈ വൈകികളെ ഞാൻ ഒഴിക്കുകയാണ്. ഡയബറ്റീസ് വിത്ത് ഹൈപ്പർ ടെൻഷൻ, വിത്ത് ട്രംബ്ലിംഗ്, വിത്ത് ഇൻസോമാനിയ, dull in the morning, mental confusion, numbness, radiate left hypochondriac area. ഇപ്പൊ സാധാരണ ഹാർട്ടിന് കാർഡിയാക് പെയിൻ റേഡിയേറ്റ് ഒന്നെങ്കിൽ അപ്പുറം അല്ലെങ്കിൽ ലേലോ നെക്ക്, ഇല്ലെങ്കിൽ തലയിൽ, അല്ലെങ്കിൽ ചെസ്റ്റ് മുഴുവനാണ്. ഇത് ഹൈപ്പോകോണ്ടത്തിൽ വയറിലോട്ട് ഇറങ്ങി വരുമെന്ന് അത് തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ നല്ല ഒരു കാര്യമാണ്. ഇല്ല, ഇതുകൊണ്ട് തീരുവാണ്. ഇത്ര ബാക്കിയുള്ളത് നമ്മൾ ഇനി കാണിക്കുന്നില്ല. ബാക്കിയുള്ളത് ഒരു വളരെ അത്യാവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കുന്ന ചില ക്ലൂസുകളാണ്. അത് പിന്നെ ഒരു അവസരത്തിൽ പറയാം, അല്ലെങ്കിൽ സംശയമുള്ളപ്പോൾ പറയാം. ഇത്രയാണ് നമ്മളുടെ ഒരു ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷന്റെ വർക്കൗട്ട്. കുറെ പേർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഏതായാലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ കമ്പാരിസണോ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, വളരെ എന്താ പറയാ, വളരെ നമ്മള് ആഗ്രഹിച്ചിരുന്നതും നമുക്ക് ഇത് വേണ്ടതും ഇങ്ങനെ എന്തൊക്കെയാണെന്നുള്ള ഇത്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇത്രയും റെയർ മെഡിസിനൊക്കെ നമുക്ക് സാറ് പരിചയപ്പെടുത്തി, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, വളരെ സന്തോഷം. അപ്പൊ ഇത് ജയലളിത ഡോക്ടർ എപ്പോഴും പറയുന്ന കണക്ക് നമ്മള് ഇത് നല്ല ഭംഗിയാമണം കേട്ടു, പക്ഷെ നമുക്ക് എഴുതിയെടുക്കാൻ സാറിന്റെ ഒപ്പം അത് ഇത്തിരി എഴുതിയെടുക്കാൻ പറ്റില്ല. നാളെ ഞങ്ങൾ ഇനി ഇതിന് വിശദമായിട്ട് ഉൾക്കൊള്ളും. ഉണ്ടല്ലോ, നിങ്ങളുടെ പടം ഉണ്ടല്ലോ, ക്ലാസ് ഉണ്ടല്ലോ, അപ്പൊ വീഡിയോ കണ്ട് ഞങ്ങൾ ഇനി വിശദമായിട്ട് ഉൾക്കൊള്ളാനിരിക്കുന്നേ ഉള്ളൂ. ചെയ്യണം കേട്ടോ, ചെയ്യണം. കാര്യം അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും കീറാമുട്ടിയല്ല ഹോമിയോപ്പതിയില്. നമ്മള് ഈ പറയുന്ന പോലെ തന്നെ ഒരു സഹിഷ്ണുതയോടുകൂടി, നല്ലൊരു വിധേയത്വത്തോടു കൂടി അവരുടെ കയ്യിലുള്ള റെക്കോർഡ്സുകൾ പരിശോധിച്ച് അതിന്റെ പതോളജി, അതിന്റെ കോസേറ്റീവ് ഫാക്ടർ, അതിന്റെ സിംറ്റം, നമ്മുടെ സിംറ്റം, പേഷ്യന്റിന്റെ മയാസും ഡിസീസിന്റെ മയാസും മരുന്നിന്റെ മയാസും, അതാണ് ഈ സ്റ്റഡിയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതെ, നമ്മള് ഈ ശാന്തിക്കാരൻ അമ്പലത്തിൽ മണിയടിക്കണ കണ്ടിട്ടില്ല? മണിയടിച്ച് പൂജിക്കണ, ഒരു കൈ കൊണ്ട് മണിയടിച്ചുകൊണ്ട് തെറ്റാതെ ഒരു കൈ കൊണ്ട് ആരതി ഒഴിഞ്ഞുകൊണ്ട് മന്ത്രം ജപിക്കല്ലേ. ഈ ഒരു ട്രെയിനിങ്ങാണ്. അതിനൊരു ഒത്തിരി അന്തരീയ അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ പറയുക, പറയുന്ന പോലെ പ്രവർത്തിക്കുക. ഇതാണ് ഈ മയാസം, 3 മയാസത്തിന്റെ കണക്ഷൻസ്. അപ്പൊ ഇതുപോലെ നമുക്ക് ഈ ഡിസീസിനെ ചെയ്യാൻ പറ്റും. അതിന് കുറച്ച് കഷ്ടപ്പെടണം, കുറച്ച് വർക്ക് ചെയ്യണം, മരുന്നുകൾ സംഘടിപ്പിക്കണം. ആ ഒരു കോൺഫിഡൻസ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു 5 പേര് രക്ഷപ്പെടുവാണെങ്കിൽ ആ 5 പേര് നമുക്ക് 50 പേര് ഉണ്ടാക്കി തീർന്നു. നമ്മുടെ അനുഭവം അതാണ്. ഇനി മറ്റുള്ളവർക്കൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. സംശയങ്ങളോ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഓരോ ഡോക്ടേഴ്സിനും ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കാം. അതിനുള്ള സമയം കുറവാണ്. എളുപ്പം ചോദിച്ചാൽ നന്നായിരിക്കും. ജയലളിത ഡോക്ടർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ചോദിച്ചോ, ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ. ചോദിച്ചോ ഡോക്ടർ. എന്നെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട് ഡോക്ടർ. മധുസൂദനൻ ഡോക്ടറെ, നല്ല സെഷൻ ആയിരുന്നു. 2-3 ക്ലാസ്സുകളൊക്കെ നമ്മള് റൊമാറ്റിസത്തിനെ കുറിച്ചാണല്ലോ കേട്ടത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് നല്ലൊരു നോളജാണ് കിട്ടിയേക്കണത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ റോൾഫിയ കൊടുത്തു കഴിയുമ്പോ അതില് അഗ്രവേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകും എന്നുള്ളത്
കേൾക്കുന്നുണ്ട്. അത് ശരിയാണോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. പിന്നെ വരുന്നത് ചില പിന്നെ ഈ ഹൈപ്പർ ടെൻഷൻ കേസുകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എന്ത് ചെയ്താലും അത് കുറയാറില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അതിൽ RFT കൂടുതലായിട്ട് കാണും. ചിലപ്പോ ലിപ്പിഡ് പ്രൊഫൈൽ ആയിരിക്കും കൂടുതലായിട്ട് കാണുക. ചിലപ്പോ ഇതൊന്നും ഉണ്ടാവാതെ തന്നെ ചുമ്മാ ഹൈപ്പർ ടെൻഷൻ ആയിട്ട് വരും. അങ്ങനെ ഒന്ന് കേസ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ മെന്റൽ സിംറ്റംസ് ആയിരിക്കും. ചിലപ്പോ അതൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ കൂടുന്ന അവസ്ഥകളും കാണാറുണ്ട്. അങ്ങനെ ഒരു റീസണും ഇല്ലാണ്ട് വരുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ എന്തെല്ലാം ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ആ കേസ് ക്ലിയർ ആക്കാൻ വേണ്ടി എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത്? ഇതാണല്ലോ ഇഡിയോപ്പതിക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മളെ ഈ പിന്നെ ടോക്സോപ്ലാസ്മ ഗ്ലാൻഡിസ് പോയിട്ടുള്ള ഹെറിഡിറ്ററി, കോൺസ്റ്റിറ്റ്യൂഷണൽ, അവരുടെ മൈൻഡ് സിംറ്റംസ്, മയാസം കൂടെ കണക്ട് ചെയ്ത് പഠിച്ചിട്ട് ടോക്സോപ്ലാസത്തിൽ തുടങ്ങിയാൽ മതി. പിന്നെ ആഡ്രിനാലിന് എന്തെങ്കിലും കൊടുത്ത് തൽക്കാലം കൺട്രോൾ ചെയ്തിട്ട് അതിന്റെ പതോളജിയെ പറ്റി കൂടുതൽ പഠിക്കുക. ഇഡിയോപ്പതിക് കോസ് ഇല്ലാതുള്ള ഹൈപ്പർ ടെൻഷൻ വളരെ കുറച്ചാണ്. കാര്യം നമ്മൾ ഈ മൈഗ്രൻ എന്ന് പറഞ്ഞ് തള്ളിക്കളയണത് പോലെ ഒരു ഡെഫിനറ്റ് പാതോളജി അല്ലെങ്കിൽ സിംറ്റമാറ്റിക് നമുക്കിപ്പോ ഹോമിയോപ്പതി നമ്മൾ മൈഗ്രൻ എന്നും പറഞ്ഞ് ആരെയും വിടാറില്ല. അപ്പൊ എല്ലാ പണി ചെയ്തിട്ടും കുറയാതെ വരുമ്പോൾ മൈഗ്രനാണെന്ന് പറയും. അപ്പൊ അതോടുകൂടിയുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ പരാതി വരും, എനിക്ക് മൈഗ്രനാണ്, വരുമ്പോ ഗുളിക കഴിച്ചാൽ മതി, അപ്പൊ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് സുഖം. അങ്ങനെ ഒരു അപ്രോച്ച് അല്ലല്ലോ നമുക്ക് ഹോമിയോപ്പതി. അപ്പൊ അതുകൊണ്ട് നമ്മള് അവരുടെ ശീലങ്ങൾ, രൂപങ്ങൾ ഒക്കെ. അതിന്റെ ഒരു അത്ഭുതം ഞാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു 3-4 ആഴ്ചക്ക് മുമ്പ് ഞാൻ ജോർജ് വിത്തൽ കോഴ്സിന്റെ ഒരു ക്ലാസ് ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോ അതിനകത്ത് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു പ്ലാറ്റിന നേടി ഒരു 4th സ്റ്റേജ് ക്യാൻസർ, യൂട്രൈൻ ക്യാൻസറില് അവർക്ക് ഹിസ്റ്റക്ടമി ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ മെറ്റാസ്റ്റൈസിസ് ആയി. ഫോറിൻ ലേഡിയാണ്. അദ്ദേഹത്തിന് കൽക്കട്ടയിൽ വന്ന് കരുവായിരുന്നു. അപ്പൊ അവരുടെ അവരുടെ നടപ്പും അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ എൻട്രൻസിലെ വാതിലിന് 7 അടി പൊക്കമുണ്ട്. പക്ഷെ ഇവർക്ക് 6 അടി 8 ഇഞ്ചോമീറ്ററേ ഉള്ളൂ. അവരവിടെ വന്ന് മുട്ടോ എന്നുള്ള പേടിയിട്ട് മുട്ടോ എന്ന് അകത്ത് നിന്ന് ആളിനോട് ചോദിച്ചെന്ന് പറഞ്ഞു. അത്രയും ആകാശം നോക്കി നടന്ന ഒരു പേടി. അപ്പൊ അദ്ദേഹത്തിന് തന്നെ അപ്പൊ ക്ലിക്ക് ചെയ്ത് മെഡിസിൻ. അവരിങ്ങനെ ആകാശം നോക്കി അവർക്ക് കീഴെയാണ് എല്ലാവരും വരെ തോന്നില്ല. എന്നിട്ട് അദ്ദേഹം കിട്ടിയ ഒരു റെയർ സിംറ്റം എന്ന് പറഞ്ഞാൽ excessive sexual desire after raising this advanced pathology with the vaginal discharge. അദ്ദേഹം പ്ലാറ്റിന കൊടുത്ത് അത് ക്യൂർ ആയെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുപോലുള്ള നമ്മളുടെ അടുത്ത് ഈ പേഷ്യന്റ് വരുന്നുണ്ടോ, നമ്മുടെ സെയിന്റ് സാമുൽ ഹനുമാൻ, നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് സക്സസ് ആക്കാൻ പറ്റുമെന്നുള്ള ഒരു ഇൻഡ്യൂഷനാണ് നമുക്ക് തരുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ വർക്കും ചെയ്യും, വർക്കൗട്ടും ചെയ്യും, നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും. നമ്മുടെ അനുഭവം. നമ്മുടെ അടുത്ത് ഒരു പേഷ്യന്റ് വരുന്നുണ്ടോ, പ്രത്യേകിച്ച് ദൂരെ നിന്നാണോ, നമുക്കത് തീർച്ചയായിട്ടും ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യം ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് അങ്ങനെ ഒത്തിരി അനുഭവമുണ്ട്, സക്സസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അറിവുള്ള ഒത്തിരി ഡോക്ടർമാരിപ്പോ ഉണ്ടല്ലോ നിങ്ങളുടെ മുമ്പിൽ വെച്ചപ്പോ നിങ്ങൾക്ക് അറിയാവുന്നവരോട് മനസ്സ് തുറന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സ് വെച്ചാൽ നമുക്ക് ക്ലൂ കിട്ടും. അങ്ങനെ ഹോമിയോപ്പതിക്ക് സാമ്രാജ്യം ഭയങ്കര വളർച്ചയിലെത്തട്ടെ, എത്തിക്കാൻ സാധിക്കും. ഓക്കെ സാറേ, നമ്മളെ ജലത ഡോക്ടറെ, നമ്മളെ സമയം അവസാനിക്കാറായി. സാറിനെ നന്ദി കൂടി പറയുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ ജയലളിത ഉമേഷിനെ ക്ഷണിക്കും. അമ്പാടി ഗ്രൂപ്പ് ഒന്നും ഇല്ലേ ഇതിനകത്ത്? അമ്പാടി ഡോക്ടർ ഒന്നും ഇല്ലേ? കേൾക്കുന്നില്ലേ? ഉണ്ട് സാർ, അമ്പാടി ഡോക്ടർ ഉണ്ട്. പണിക്ക് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ കേട്ട് ഇങ്ങനെ അന്തം വിട്ടോണ്ടിരിക്കുകയാണ്. എന്തോ അന്തം വിടുന്ന മുഖവും കൂടെ സാറിനൊന്ന് കാണണമെന്നാ പറയുന്നത്. ഈ ഡോക്ടറുടെ സൗണ്ട് കേൾക്കുമ്പോ DK പട്ടമ്പാളെന്നുള്ള വലിയ പാട്ടുകാരത്തിയുടെ സൗണ്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ ഒരു സ്വരൂപമൊക്കെ അങ്ങനെ തന്നെയാ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വിളിച്ചു ചോദിച്ചത് കേട്ടോ, ഇഷ്ടം കൊണ്ടാ. അത് മാത്രല്ല, നമ്മള് തമ്മിലുള്ള ഇത് എത്ര വർഷങ്ങളായിട്ടുണ്ടല്ലേ പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 40 കൊല്ലങ്ങളായിട്ടുണ്ടാവും നമ്മള് പരിചയപ്പെട്ടത്. തീർച്ചയായിട്ടും അന്ന് ഇന്നും നമ്മൾ ആ ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. എന്തോ നമ്മളിപ്പോഴും രംഗത്തുണ്ട്, ഈശ്വരകൃപ കൊണ്ട് അല്ലേ?
അതെ അതെ തീർച്ചയായിട്ടും. അത് പണിക്കരുടെ ആണെങ്കിൽ ഞാനും ശാന്ത എന്തായാലും കേട്ടിരിക്കും. താങ്ക് യു. ശാന്ത ഡോക്ടറും ഉണ്ടല്ലോ അല്ലേ? ഇല്ല, ശാന്തയ്ക്ക് പനിയായിട്ട് കിടക്കുക. ആണോ? നന്നായിരുന്നു കേട്ടോ പണിക്കരെ, ഇനിയും വരണം. ഇങ്ങനെ എല്ലാവർക്കും ഒരു പ്രചോദനമാണ് സത്യം പറഞ്ഞാല്. അതില്ലേ എന്താണ് എന്താ വെളിയിൽ നിന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ മെഡിസിൻ? സൂപ്പർ എന്തൊരു എന്തോ ഒരു മെഡിസിൻ അവസാനം പാർട്ടിയോ? പാർട്ടിയല്ല. അല്ല, പണ്ട് ഞാൻ എന്നോട് ചോദിച്ചോ പറഞ്ഞു തന്നല്ലേ? ആ അത് ഇതല്ലേ പിറ്റ്യൂട്ടറി അഡിനോമയ്ക്കുള്ള മരുന്നല്ലായിരുന്നു? ആ ഡോക്ടർ മേടിച്ചു കൊടുത്തായിരുന്നല്ലേ? വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ മേടിച്ചു പറഞ്ഞല്ലോ. പറഞ്ഞായിരുന്നു. സക്സസ് ആയെന്ന് പറഞ്ഞായിരുന്നു. അതന്നെ. ആക്ടോഡക്ടസ് മെക്ടാനസ് ആണ് അല്ല? അല്ല, കാറ്റിപ്പോന്നാണ്. അല്ല, അതാദ്യം ഇന്ന് സാറ് പറഞ്ഞു. അതല്ല. ശരി. അപ്പോ നമുക്ക് നല്ല അസലായിരുന്നു, നല്ല ക്ലാസ്. വെരി ഗുഡ്. കീപ് ഇറ്റ് അപ്പ്. നന്ദി അമ്പാടിയമ്മ. എന്തായാലും മുഖം കൊണ്ട് പ്രസൻസ് അറിയിച്ചതിന് വളരെ സന്തോഷം. പിന്നെ നന്ദി പറയുന്നത് ജയലളിതയല്ലേ? ഇല്ല, അമ്പാടി ഡോക്ടർ പറഞ്ഞോ. അമ്പാടി ഡോക്ടർ ആയിട്ടുള്ളൂ, കുഴപ്പമില്ല. ആയിക്കോട്ടെ, എന്നാ ശരി. അമ്പാടിയമ്മനെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഓക്കെ. ഇത്ര നല്ല ക്ലാസ് തന്നതിന് ഞാൻ എന്റെ പേരിലും നമ്മുടെ IFSന്റെ പേരിലും നന്ദി പറയണു. നന്ദി. പണിക്കരെ ഇനിയും വരണം കേട്ടോ. ഇനിയും വരണം. ഓക്കെ. ശരി, എല്ലാവർക്കും നന്ദി ഡോക്ടർ രമാദേവി അമ്പാടി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ മലയാളം സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. മധുസൂദന പണിക്കർ സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇന്ന് സൂമിലുണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ മലയാളം സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നൈറ്റ്. നൈറ്റ്. ഗുഡ് നൈറ്റ്.